ആ അവസ്ഥയിൽ ഓരോ ജീവൻ്റെ ആത്മപ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവൻ ദൈവത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ ഓരോ ജീവൻ്റെ ആത്മപ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ മാനസിക ലോകം നിലനിർത്താനേ അവർ ശ്രമിക്കും. ഒരു ജീവൻ പോലും ഇത് വിട്ടുപോകാൻ അവർ സമ്മതിക്കില്ല. നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്ന ഒരു ചാനൽ ഉണ്ടല്ലോ, അപ്പം അത് നമ്മൾ അവർക്ക് മറുപടി പറയുന്നതും അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നിർത്തിയെന്നാണ് ശ്രീ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ അവരിപ്പോഴും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, റിബൽ ആകണമായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനാണ് ഫസ്റ്റ് റിബലാകേണ്ടത്. കാര്യം എൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഗുരു ആശയെ വളരെയധികം സ്നേഹിച്ചിരുന്നു, എന്നാൽ ശിഷ്യപൂജിത അതുപോലെ അല്ല. സ്നേഹം തരുന്നുണ്ട്, എന്നാൽ ശിഷ്യപൂജിത പലപ്പോഴും ആശയുടെ ആനന്ദ സ്വഭാവത്തിലിരിക്കുന്ന ഈ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉണരുന്നതും ആ ധ്യാനാത്മകമായി ജീവിക്കുമ്പോൾ സമാധി സ്വഭാവത്തിൽ ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യസ്വഭാവം, അപ്പോൾ ഈ അഹം ബ്രഹ്മാസ്മി എന്ന ആ തലവും കഴിഞ്ഞ് അതും നിരാകരിക്കുന്ന ഒരു ജീവൻ ഈ പരമമായ ആ സത്യത്തിലേക്ക്, ആ ജീവൻ്റെ ആ പ്രകാശം, ആ പരമമായ പ്രകാശത്തിലേക്ക് പറയുന്നു. നമ്മളെന്തോ പേഴ്സണൽ മോട്ടീവ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെന്തോ പൈസയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ പൈസയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ ചാനൽ, ഞാനും ആശയും ഇത് നടത്തിക്കൊണ്ടിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ആധ്യാത്മിക കാര്യങ്ങൾ മാത്രം സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾക്കുള്ള എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം നിർത്തിയിട്ട് ആധ്യാത്മികമായിട്ടുള്ള നല്ല വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ശ്രീ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അതായത് അദ്ദേഹം ഇങ്ങനെ ഓഷോയുടെ ധ്യാനം എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചായിരുന്നു അവർ സംസാരിച്ചത് ഞാൻ കേട്ടത്. ഇപ്പോൾ വിളിച്ച സുഹൃത്ത് ഗവൺമെന്റ് സർവീസിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരുപാട് ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന ആളും ഒരുപാട് ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്, ഗുരുവിന്റെ വിശ്വാസിയുമാണ്. അപ്പോൾ അദ്ദേഹം ഓഷോയുടെ ധ്യാനം എങ്ങനെ ചെയ്യണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ശ്രീയോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ശ്രീ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കുകയും ഒപ്പം ഗുരുമാർഗത്തെക്കുറിച്ചും വിശദമായിട്ട് സംസാരിക്കുകയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ അത് എല്ലാവരും കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ശ്രീ അതൊന്ന് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് ശ്രീ ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? സദ്ഗുരുവേ ശരണം. അദ്ദേഹം എനിക്ക് ഓഷോ ധ്യാനത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ അയച്ചേരുകയുണ്ടായി ആദ്യം. അതിനുശേഷം ഇതിനെക്കുറിച്ചൊരു വിശദീകരണം ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഓഷോ ധ്യാനത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു വിശദീകരണം, അതായത് ശരിയായ ധ്യാനത്തിൽ നമ്മളിങ്ങനെ സാക്ഷിഭാവത്തിൽ വരുന്നു, അവിടെ കർത്താവില്ല, എല്ലാ പ്രവൃത്തിയുടെയും ഒരു സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് ആ ജീവൻ്റെ ആനന്ദത്തിലേക്ക് നമ്മൾ ഉണരുന്നു, അല്ലെങ്കിൽ ആ പ്രത്യേകമായിട്ടുള്ള ആ മനസ്സ് നിശ്ചലമായിട്ടുള്ള അവസ്ഥയിൽ ജീവനിൽ ലയിച്ചിരിക്കുന്ന ഈ ആനന്ദത്തെ അറിയുന്നു, അല്ലെങ്കിൽ ആ ഭാവത്തിൽ വർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചെല്ലാം വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പ്രവൃത്തിയിലേക്ക് മുഴുകുമ്പോഴും തൻ്റെ ഈ സാക്ഷിഭാവത്തിൽ വർത്തിച്ചുകൊണ്ട് തനിക്ക് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി ചെയ്യാമെന്നും അതിനെക്കുറിച്ചെല്ലാമാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇപ്പോൾ ധ്യാനത്തിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് ബോറടിക്കുന്നു, അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് മാനസിക വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായി ആ ധ്യാനത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതെന്തുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഈ ശരിയായ ധ്യാനം നമുക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഒരു ലക്ഷ്യം വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ധ്യാനത്തിലേക്ക് നമ്മൾ ഉണരുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ധ്യാനം, ഈ പ്രകൃതിയുടെ ഈ ധ്യാനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ധ്യാനത്തെ നമ്മളും റെക്കഗ്നൈസ് ചെയ്യുകയാണ്, നമ്മളും അത് അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പൊതുവെ ധാരണ എന്ന രീതിയിൽ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഈ ധ്യാനം എന്നെല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഈ എഫേർട്ട്ലെസ് ആയിട്ടുള്ള ആനന്ദ സ്വഭാവത്തിലുള്ള ഈ ധ്യാനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ നമ്മൾ ആ ഒരു വിറ്റ്നസിങ് കോൺഷ്യസ്നെസ്സിലേക്ക് ഉണരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഇത് നമ്മളിപ്പോൾ മനസ്സിന് ബോറടിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഈ ബോറടിക്കുന്ന മനസ്സിനെയും വിറ്റ്നസ് ചെയ്തുകൊണ്ട് അതിനെയും സമ്പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനോനില, അല്ലെങ്കിൽ എല്ലാത്തിനെയും ആസ്വദിക്കുന്ന ഒരു മനോനിലയാണ് ഈ യഥാർത്ഥ ധ്യാനം എന്നുള്ള പറയുന്ന ഒരവസ്ഥ.
പക്ഷേ സാധാരണഗതിയിൽ ഒന്നുകിൽ നമ്മൾ മനസ്സിനെ പടിപടിയായി പ്യൂരിഫൈ ചെയ്തിരിക്കണം. അതായത് ധ്യാനത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിഷ്കാമ കർമ്മം ചെയ്തുകൊണ്ട് ചിത്തശുദ്ധി വരുത്തിയില്ലെങ്കിൽ നമ്മൾ ഈ ധ്യാനത്തിലിരിക്കുമ്പോൾ നമുക്കിങ്ങനെ നെഗറ്റീവായിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മെമ്മറീസ് എല്ലാം വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഫോക്കസ്ഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും ഒരുപക്ഷെ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചിത്തശുദ്ധി മനസ്സിനെ ശുദ്ധമാക്കി വെച്ചിട്ട് വേണം ഈ ധ്യാനത്തിലേക്കെല്ലാം പരിണമിക്കാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സത്സംഗത്തിലൂടെ ഗുരുക്കന്മാരുടെ സാമീപ്യത്തിൽ വന്നുകൊണ്ട് ഈ ഗുരുവിൻ്റെ ആ പ്രകാശത്തിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ കെട്ടുകളായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അന്ധകാരത്തെയും കർമ്മഗതികളെയൊക്കെ ശുദ്ധമാക്കിയിട്ട് വേണം നമ്മൾ ഈ ധ്യാനത്തിലേക്ക് പടിപടിയായി നാച്ചുറലായിട്ട് ഉണരേണ്ടത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ധ്യാനം ചെയ്യുന്നതെങ്കിൽ അത് ധ്യാനമല്ല. ഒരു ലക്ഷ്യം വെക്കുന്ന മനസ്സവിടെ ഉള്ളത് കൊണ്ട് തന്നെ മനസ്സൊടുങ്ങി ആ ധ്യാനം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പം ധ്യാനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ അറിയുകയാണ്. ഇപ്പോൾ ഈ പ്രവൃത്തി നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവിടെ നമ്മുടെ ആ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഉയരത്തിൽ സമാധി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എല്ലാം നിശ്ചലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ പടിപടിയായിട്ട് നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ പല പല തലങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും കോൺഷ്യസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈഗോ സെൻട്രിക് ആയിട്ടുള്ള മൈൻഡിൻ്റെ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു അഹന്താ സ്വഭാവത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥലത്തിലിരിക്കുമ്പോൾ നമുക്കെല്ലാം കർത്താവുള്ളതായിട്ടും നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതായിട്ടും നമുക്കിങ്ങനെ മിസറികളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാമായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യണം. അപ്പോൾ ഈ ഒരു നമ്മളാണ് കർത്താവ് ഞാനെന്ന ഭാവത്തിൽ നമ്മൾ ഈ അടിഞ്ഞുകൂടി ചെയ്തു വെച്ചിരിക്കുന്ന ഈ കർമ്മത്തിൻ്റെ ഈ ഒരു മെമ്മറീസിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഈ ഗുരു ശിഷ്യ പാരസ്പര്യത്തിൽ വന്ന് ഈ കർമ്മഗതികളെല്ലാം പൊട്ടിച്ച് ഈ മനസ്സിനെ പടിപടിയായി പൊട്ടിച്ച് മാറ്റുമ്പോഴാണ് ഈ ജീവൻ്റെ ആനന്ദ സ്വഭാവത്തിലിരിക്കുന്ന ഈ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉണരുന്നതും ആ ധ്യാനാത്മകമായി ജീവിക്കുമ്പോൾ സമാധി സ്വഭാവത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യ സ്വഭാവത്തിലുള്ള ചില അനുഭവങ്ങൾ നമുക്ക് വെളിപ്പെടുന്നതും. പക്ഷേ ഇതെല്ലാം പടിപടിയായിട്ടൊരു ഉണർച്ചയിലൂടെ സംഭവിക്കുന്നതാണ്. എന്നാൽ ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു, നമ്മളിങ്ങനെ ധ്യാനത്തിലൂടെ ഈ സമാധി സ്വഭാവത്തിലേക്ക് എത്തുകയല്ല ഗുരുമാർഗത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അപ്പോൾ പിന്നെ ഗുരുമാർഗത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരുമാർഗത്തിൽ നമുക്ക് ഏകം സത്യമായിട്ടുള്ള ആ ദൈവത്തിലേക്ക് ദൈവബോധത്തിലേക്ക് ഉണർന്ന് ജീവൻ്റെ ആ മുക്തിയിലേക്ക് യഥാർത്ഥ മോചനത്തിലേക്ക് ആ ജീവൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഗുരുമാർഗം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഓഷോയൊക്കെ പോലുള്ള വ്യക്തികൾ അത് സംസാരിക്കാത്തത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മൾ ഈ 7 അവസ്ഥ കൊണ്ട് പൂർത്തീകരിച്ച് നിൽക്കുന്ന ഈ ആധ്യാത്മിക ഭാവത്തിൽ നമ്മൾ കേട്ടുവച്ചിരിക്കുന്ന പല മത സ്വഭാവങ്ങളും പല തത്വങ്ങളും പല യോഗ സമ്പ്രദായങ്ങളും പല രീതികളും ഈ ഒരു 7 അവസ്ഥ കൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു ആധ്യാത്മിക പരിണാമമായിട്ടാണത് അതിനെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഷോയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഒരു ഗുരുമാർഗത്തിൽ പരിണമിച്ച് വന്ന വ്യക്തിയല്ല. അദ്ദേഹം മറ്റെല്ലാ സമ്പ്രദായങ്ങളെക്കുറിച്ചും, ഇപ്പോൾ ബുദ്ധ സമ്പ്രദായങ്ങളെക്കുറിച്ചും മറ്റ് ജൈന സമ്പ്രദായങ്ങൾ, യോഗ സമ്പ്രദായം, വേദാന്തം, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം അറിയപ്പെട്ട മത സിദ്ധാന്തങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക പാത്തിലൂടെ വന്ന് ഈ എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്ന 6ാമത്തെ അവസ്ഥയിൽ എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്തുകയും അടുത്ത ഒരു തലങ്ങളിലേക്ക് പരിണമിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമുണ്ട്, ഇപ്പോൾ ദൈവം ഇല്ല, അല്ലെങ്കിൽ ദൈവീകത എന്ന് പറയുന്ന ഈ പ്രകൃതിയുടെ ഒരു ഭാവം മാത്രമാണുള്ളത്, ദൈവത്തിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പരിണമിച്ച് വന്നിട്ടുള്ള ഇപ്പോൾ ജൈനമത സ്വഭാവം. ഇപ്പോൾ ജൈനമത സ്വഭാവത്തിൽ നമ്മൾ പരിണമിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവമില്ല, കർമ്മം മാത്രമാണുള്ളത്, കർമ്മഫലവും മാത്രമാണുള്ളത്. കർമ്മത്തെ നമ്മൾ അഴിച്ചു കളഞ്ഞ് നമ്മൾ ആ പരമമായ മുക്തിപദത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ മഹാപരിനിർവാണത്തിലേക്ക് എത്തുക. അപ്പോൾ ഓഷോയും പറഞ്ഞു വരുമ്പോൾ ഈ ഒരു തലത്തിലേക്കാണ്, ആ ശൂന്യതയാകുന്ന ആ മഹാപരിനിർവാണത്തിലേക്ക് എത്തുക, അവിടെ ഇരിക്കുന്ന ആനന്ദം, ആ സമാധിസ്ഥനായിട്ട് ആ ജീവൻ്റെ ആനന്ദത്തെ അനുഭവിക്കുക എന്നുള്ള ഒരു തലത്തെക്കുറിച്ചാണ് അദ്ദേഹവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ബുദ്ധമത സ്വഭാവത്തിലായാലും ഈ അദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് സംഭവിച്ച് അദ്ദേഹം ഈ ശൂന്യതാഭാവത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അനാട്ട, ആത്മാവില്ല, പിന്നെ ഈ ദൈവം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം ഈ ദൈവികമായിട്ടുള്ള ഈ സത്യത്തിൻ്റെ ആ ഏകം സത്യമായ ഒരു സ്റ്റേറ്റിലേക്ക് പരിണമിക്കുന്ന ആ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പന്നി മാംസം കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതുപോലെ ഈ ഒരു അവസ്ഥ കടക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ ഈ മെട്രിക്സിനകത്ത് നിന്നുകൊണ്ട് ഈ മാനസിക തലത്തിനകത്തുള്ള ശക്തിവിശേഷങ്ങൾ തന്നെ പല മഹാത്മാക്കളുടെയും
ജീവൻ അപഹരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ കടത്തിവിടുന്നില്ല, ആരെയും ഈ ഒരു അവസ്ഥ കടത്തിവിടുന്നില്ല. അഥവാ ഇനി അവസ്ഥ കടക്കാനുള്ളൊരു സ്റ്റേജിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ശൂന്യതാ ഭാവവും കടന്ന് ഒരു ജീവൻ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അഹം ബ്രഹ്മാസ്മി എന്നുള്ള തത്വത്തിൽ ഈ മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ ഏറ്റവും പൂർണ്ണമായ ഒരു തലത്തിൽ സ്വയം ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു റെപ്ലിക്ക മനസ്സ് തന്നെ സൃഷ്ടിക്കുന്നു. അതായത് യൂണിവേഴ്സൽ മനസ്സ് ഒരു റെപ്ലിക്ക സൃഷ്ടിച്ചിട്ട് ദൈവമാണ്, തന്നിൽ നിന്ന് അന്യമായ ഒന്നുമില്ല, എല്ലാം താൻ തന്നെയാണ്, സകലതിനും പിന്നിൽ താൻ തന്നെയാണ് എന്നുള്ള അർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോലും അനുഭവം എത്തിച്ചു കൊടുത്ത അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ മഹാന്മാരിങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മുടെ ഗുരു നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ശൂന്യത എന്ന് പറയുന്ന ഭാവത്തിനെ മുക്തിയായിട്ട് ധരിച്ച് അതിൽ ലയിച്ച് നിൽക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരും ഗുരുപരമ്പരകളും അതിൽ ലയിച്ച് നിൽക്കുന്നതായിട്ടും. അപ്പോൾ ഗുരുവിൻ്റെ ഈ അവസ്ഥാ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗുരു ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതേപോലുള്ള ഗുരുക്കന്മാരും ഗുരുപരമ്പരകളും കോടാനുകോടി ഈ മുക്തിപദം എന്നുള്ള രീതിയിൽ ഈ ഒരു ശൂന്യതാ ഭാവത്തിൽ ലയിച്ച് നിൽക്കുന്നതായിട്ടും. അടുത്ത ഒരു ചക്രം ആരംഭിക്കുമ്പോൾ വീണ്ടും വന്ന് ജനിച്ച് ഇതേപോലുള്ള ഒരു സൈക്കിളിലേക്ക് പോകത്തക്ക രീതിയിൽ ആരും മുക്തിപദത്തിലേക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ദൈവധാമം, ഇപ്പോൾ രാധാസ്വാമി ഫെയ്ത്തിലൊക്കെ അവർ പറയുന്നുണ്ട് ദയാൽ ദേശ്, ദൈവത്തിൻ്റെ ധാമം, ആ പരമമായ ധാമത്തിലേക്ക് ഈ ജീവനുകൾ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ ഗുരു അഭിപ്രായപ്പെട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അഹം ബ്രഹ്മാസ്മി എന്ന ആ തലവും കഴിഞ്ഞ് അതും നിരാകരിക്കുന്ന ഒരു ജീവൻ ഈ പരമമായ ആ സത്യത്തിലേക്ക്, ആ ജീവൻ്റെ ആ പ്രകാശം ആ പരമമായ പ്രകാശത്തിൽ ലയിച്ച് ഒരുമിച്ച് ഒന്നായി ചേർന്ന് തീരുന്നതും ആ പ്രകാശത്തിൻ്റെ ഒരു സ്വരൂപമായിട്ട് വർത്തിക്കുന്ന ഗുരുമാർഗത്തിലൂടെ, ആ ഗുരുക്കന്മാർ ഈ പരമപ്രകാശത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കോൺഷ്യസ്നെസ് ഒരുമിച്ച് ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഗുരു സ്വഭാവത്തിലൂടെ, ഈ ഗുരുമാർഗത്തിലൂടെ ഈ പരമപ്രകാശത്തിലേക്ക് ഒരു വാതിൽ ഉള്ളതായിട്ട് ഗുരുക്കന്മാർ, നമ്മുടെ ഗുരു ഉൾപ്പെടെ സംസാരിച്ചിരിക്കുന്നു. കാരണം ഈ പരമമായ സത്യത്തെ നമുക്ക് ഒരു രീതിയിലും ആരാധിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ മാനസിക 7 അവസ്ഥ കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുന്ന സിസ്റ്റത്തിലാണ് ഈ വിശ്വാസ സ്വഭാവങ്ങളും മത സ്വഭാവങ്ങളും ആരാധനാ സ്വഭാവങ്ങളും എല്ലാ പൂജാ വിധികളും കർമ്മങ്ങളും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെയാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്, ദൈവത്തിനെ ആരാധിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല, പക്ഷെ ആരാധിക്കുന്നെങ്കിൽ അത് വികൃതമാക്കാതിരിക്കൂ എന്നുള്ളൊരു വാചകം ഇതാണ്. ഇപ്പോൾ എത്തീസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരും, ഇപ്പോൾ ദൈവമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരും സത്യം പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ആ സത്യത്തിനെ സംബന്ധിച്ച് അവരെതിരാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ദൈവം എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇല്ല എന്നോ ഉണ്ടെന്നോ ഉള്ള ഈ മനുഷ്യൻ്റെ വാക്കുകളോ മനുഷ്യൻ്റെ കാര്യങ്ങളോ ഒന്നുമല്ല, എന്തിലാണോ സ്മരണ എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ എന്ത് കൺക്ലൂഡ് ചെയ്യുന്നു, മനുഷ്യൻ്റെ എനർജി ലെവലിൽ, മനുഷ്യൻ്റെ മാനസിക തലത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചല്ല. അപ്പോൾ ഈ ദൈവികമായിട്ടുള്ള ഒരു തലവുമായിട്ട് ബന്ധം വരണമെങ്കിൽ ആ ദൈവത്തിനോടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലൂടെ മാത്രമാണ് ഈ ദൈവികമായിട്ടുള്ള ആ പരിപൂർണമായിട്ടുള്ള സത്യത്തിലേക്ക് മനുഷ്യ ജീവന് പരിണമിക്കാൻ പറ്റുന്നത്. പക്ഷേ അത് രൂപമില്ലാതെ നിർഗുണമായിട്ടുള്ള ആ മനുഷ്യന് കൺസീവ് ചെയ്യാൻ പറ്റാത്ത ആ തലത്തിനെ മനുഷ്യന് സ്നേഹിക്കാൻ പറ്റാത്ത വരുമ്പോഴാണ് ഈ ഗുരുമാർഗത്തിൻ്റെ പ്രസക്തി. കാര്യം ഗുരുസ്വരൂപത്തിൽ ഈ കോൺഷ്യസ്നെസ് ആ ദൈവബോധവുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ആ കോൺഷ്യസ്നെസ്സിലൂടെ മനുഷ്യന് ഒരു വാതിൽ, ഗുരു ഒരു വാതിലായിട്ട്, ഗുരു ഒരു മാർഗമായിട്ട് നിന്നുകൊണ്ട് ഗുരുവിലൂടെ ആ സത്യത്തിലേക്ക് പരിണമിക്കാനുള്ളൊരു വഴി, ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഗുരുമാർഗമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് ഞാൻ ആ സുഹൃത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പം അദ്ദേഹം ഇപ്പോൾ ഓഷോ സംസാരിച്ചിരിക്കുന്ന ഒരു ധ്യാന സ്വഭാവത്തിലുള്ള വഴി, ധ്യാനത്തിലൂടെ സമാധി എന്ന് പറയുന്നതാണ് അതിൻ്റെ പൂർണ്ണത. വേദാന്ത സ്വഭാവത്തിലും മറ്റ് യോഗ സമ്പ്രദായങ്ങളിലെല്ലാം സമാധിയിലൂടെ ആ പൂർണ്ണത, ആ 7ാമത്തെ അവസ്ഥയിലെ ആ ശൂന്യതാ ഭാവത്തിൽ ഇരിക്കുന്ന ആനന്ദത്തിൽ ലയിച്ച് ചേരുക എന്നുള്ള ഒരു വശമാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗുരുമാർഗം, പരമമായ ഒരു ദൈവത്തിലേക്കുള്ള ഒരു വഴിയും ഈ നമ്മൾ ഈ മുക്തിമാർഗം എന്ന് ഇതുവരെ അറിയപ്പെട്ടിരിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഓഷോയൊക്കെ പറയുന്ന പോലുള്ള ഇപ്പോൾ ധ്യാന സ്വഭാവത്തിലുള്ള അറിവുകളെല്ലാം നമുക്ക് ഉപകരിക്കുന്നതാണ്. കാര്യം മനസ്സിനെ നിരാകരിച്ചുകൊണ്ട്, ഈ മനസ്സിൻ്റെ നെഗറ്റീവായിട്ടുള്ള ചിന്താധാരകളും ഫ്രസ്ട്രേഷനും പ്രോബ്ലംസും ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ആ ധ്യാനത്തിൻ്റെ ഉയർന്ന തലങ്ങളിലൂടെ ഈശ്വരനെ ഗുരുമാർഗത്തിലൂടെയൊക്കെ പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രോബ്ലങ്ങളും പ്രശ്നങ്ങളും, ഇപ്പോൾ തന്നെ നമ്മൾ ആധ്യാത്മിക സ്വഭാവത്തിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് മനസ്സിനാണ് ഈ പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ അഹന്ത സ്വഭാവത്തിൽ നേടിയ അറിവുകൾ, അതിൽ ബന്ധിതനായ ഒരുപാട് വ്യക്തികൾ ഈ അവരുടെ മനസ്സിന് മനസ്സിലായ ആശയങ്ങളെക്കുറിച്ച് ഇങ്ങനെ വാദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പല സ്വഭാവത്തിൽ ഈ മതങ്ങളും
മറ്റു രീതിയിലൊക്കെയുള്ള തർക്കങ്ങൾ, തങ്ങൾ മനസ്സിലാക്കിയതാണ് ശരി എന്നുള്ള രീതിയിലുള്ള തർക്കങ്ങൾ. പക്ഷേ ഈ തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ അഹന്താ സ്വരൂപത്തിൽ നേടിയിട്ടുള്ള ഇൻഫർമേഷനായിട്ട് സെക്കൻഡ് ഹാൻഡായിട്ട് നേടിയിട്ടുള്ള അറിവുകളിൽ നിന്നെല്ലാം മോചിച്ച് ധ്യാന സ്വഭാവത്തിൽ, ഭക്തി സ്വഭാവത്തിൽ, ആനന്ദ സ്വഭാവത്തിൽ ആധ്യാത്മികമായി പരിണമിക്കുന്ന, ആ ജീവബോധത്തിലെത്തി പരമബോധത്തിലേക്ക് പരിണമിക്കുന്ന ഒരു വഴി എന്താണെന്ന് മനസ്സിലാക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് നമ്മൾ ഈ പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ ജീവനെ, ഈ മനസ്സിൻ്റെ കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് അഴിച്ച് സ്വതന്ത്രമാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളെയാണ് ഒരുപാട് പേര് ആശ്രമ സ്വഭാവത്തിലൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പടിപടിയായിട്ട് മോചിക്കുന്ന ഒരു വശമാണ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ഒരുപാട് വീഡിയോകളായിട്ട് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇതിനെ മനസ്സിലാക്കാത്ത ഒരുപാട് പേര് എന്നോട് വന്ന് നിരന്തരം തർക്കിക്കാറുണ്ട്. കാര്യം അവരുടെ തങ്ങൾ മനസ്സിലായ കാര്യങ്ങളാണ് ശരിയെന്നുള്ള രീതി ഒരുപാട് പേര് വന്ന് തർക്കിക്കാറുണ്ട്. അപ്പോൾ ഈ തർക്കിക്കുമ്പോഴൊക്കെ ഞാൻ നിശിതമായിട്ട് വിമർശിക്കുന്നത് ഇത് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വീഡിയോസ് എടുത്ത് പരിശോധിച്ച് നോക്കി ആരെയും അധിക്ഷേപിക്കാറില്ല. ഇപ്പോൾ ഈ കുറച്ചു കാലമായിട്ട് ചില വ്യക്തികൾ പരുഷമായിട്ട് നമ്മളെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളും തിരിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് വിമർശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആരെയും വിമർശിക്കാറോ കളിയാക്കാറോ കുറ്റപ്പെടുത്താറോ ഒന്നുമില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആധ്യാത്മികമായിട്ട് അറിവില്ലാത്ത സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അറിവില്ല എന്ന് പറയാറുണ്ട്. അത് പറയേണ്ടത് നമ്മുടെ ധർമ്മമാണ്. കാര്യം അറിവില്ലാത്ത സ്വഭാവത്തിലുള്ള ആൾക്കാർ വന്ന് ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നിശിതമായി വിമർശിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനെല്ലാം തികഞ്ഞവനെന്നല്ല. കാര്യം ഞാനിത് എനിക്ക് മനസ്സുകൊണ്ട് അറിയുന്നത് എന്താണ്, അത് ഇൻഫർമേഷനാണ്, അത് കമ്പ്യൂട്ടറിൻ്റെ നോളജ് പോലെ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി എനിക്കൊന്നും അറിയില്ല എന്ന് എൻ്റെ മനസ്സിൻ്റെ തലത്തിൽ ആധ്യാത്മികമായി ശരിയായ കാര്യങ്ങൾ അറിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സോക്രട്ടീസ്, ഏറ്റവും ബുദ്ധിമാനായിട്ട് നമ്മൾ കരുതുന്ന സോക്രട്ടീസിനെ പോലുള്ളൊരു വ്യക്തി പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഇതാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെ ഒന്നും അറിയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവബോധത്തിൽ നിന്ന് നമ്മൾ താഴോട്ട് ഈ മനസ്സുകൊണ്ട് അറിഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തു നിന്ന് നേരെ നമ്മൾ ജീവബോധത്തിലെത്തി മേളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രകാശം, ജ്ഞാന സ്വഭാവത്തിലുള്ളൊരു അറിവ്. അപ്പം നമ്മൾ ഇതുവരെ മനസ്സിലാക്കി താഴോട്ട് മനസ്സിൻ്റെ തലത്തിൽ മനസ്സിലാക്കിയേക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് നമുക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഇതൊന്നും അല്ല ശരിയായ അറിവ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഹമ്പിളായി വളരെ വിനയപ്പെട്ട് ഗുരുവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ സത്യത്തിൻ്റെ മുമ്പിൽ തലകുമ്പിടുമ്പോൾ നമ്മളുടെ ദൃഷ്ടി നേരെ തിരിയും. റാഡിക്കലായിട്ടുള്ളൊരു ചേഞ്ച്, ഒരു വ്യക്തിയുടെ കോൺഷ്യസ്നെസ്സിൽ സമൂലമായൊരു പരിവർത്തനം വരുമ്പോൾ അയാൾ നേരെ, ഇപ്പം നമ്മൾ വടക്കോട്ട് സഞ്ചരിക്കുന്നെങ്കിൽ നേരെ തെക്കോട്ട്, അപ്പോൾ നേരെ ഒരു തിരിഞ്ഞ ഒരു കോൺഷ്യസ്നെസ് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പുതിയൊരു തെളിച്ചം. അപ്പോൾ ഇങ്ങനെ ഒരു തെളിച്ചത്തിൻ്റെ വശത്തിലുള്ളൊരു അറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറിവില്ല, നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അത് ഞാൻ ഉൾപ്പെടെയാണ്. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കരുത്. ഈ ജ്ഞാനത്തിൻ്റെ വശം മറ്റൊരു രീതിയിലിരിക്കുന്നു. ഇത് മഹാന്മാരായ ഗുരുക്കന്മാർക്ക് പോലും തെറ്റ് സംഭവിച്ച ഒരു തലമാണ്. അപ്പോൾ ഈ സാധാരണ സ്വഭാവത്തിലുള്ള നമ്മളിത് വളരെ കെയർഫുള്ളായിരിക്കണം. ഇത് അനുഭവ സ്വഭാവത്തിൽ പരിണമിച്ച ഗുരുക്കന്മാർ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുക്കന്മാരെ നമുക്ക് കിട്ടിയാൽ അതിനെ അന്ധമായി ഫോളോ ചെയ്ത് വിശ്വസിച്ച് നമ്മൾ പോയാൽ ഈ സത്യത്തിലേക്കുള്ള ഒരു വഴിയിലേക്ക് നമുക്കും പരിണമിക്കാമെന്നുള്ളൊരു അർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോകളിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ശ്രീ, ഇപ്പോൾ നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്ന ഒരു ചാനലുണ്ടല്ലോ, അപ്പം അത് നമ്മൾ അവർക്ക് മറുപടി പറയുന്നതും അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നിർത്തിയെന്നാണ് ശ്രീ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ അവരിപ്പോഴും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെ വീഡിയോകൾ ഇടുന്നു എന്ന് പലരും നമ്മളെ ഫോൺ ചെയ്ത് പറയുകയും നേരിട്ട് പറയുകയും, പിന്നെ പലരും ചോദിക്കുന്നത് എന്താ നിങ്ങൾ മറുപടി കൊടുക്കാത്തത്, ഇത്രയും മോശമായിട്ട് പറയുന്നല്ലോ എന്നൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ശ്രീ എന്ത് പറയുന്നു? ശ്രീ പറഞ്ഞത് നമ്മളത് നിർത്തി, അതിനുള്ള മറുപടി കൊടുക്കുന്നത് നിർത്തിയെന്നാണല്ലോ. അപ്പൊ അതിനെന്താ ശ്രീക്ക് പറയാനുള്ളത്? ഇപ്പൊ ഈ ചാനലിൽ പിന്നെ നമ്മളെക്കുറിച്ച് വീണ്ടും മോശമായിട്ടൊക്കെ സംസാരിക്കുന്നു, പല രീതിയിൽ അധിക്ഷേപിക്കുന്നു, വിമർശിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പലരും സുഹൃത്തുക്കളൊക്കെ നമ്മളോട് സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ആ ചാനലുകളൊന്നും കാണാറില്ല, നിങ്ങളും കാണരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കാര്യം നമ്മളിതുപോലുള്ള പിന്നെ കാര്യങ്ങൾ കണ്ടിട്ട് നമുക്കിപ്പോൾ നമ്മളിതിനെക്കുറിച്ച് എന്ത് സംസാരിക്കും? കാര്യം ഇങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കുന്നവർ അത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിത് ആദ്യമേ ഈ വ്യക്തികൾക്കല്ല മറുപടി പറയുന്നത്. ഞാൻ ഇതുപോലുള്ള ഇഷ്യൂസ് പല വ്യക്തികൾ ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യങ്ങൾ, ഇത് ആധ്യാത്മിക രംഗത്ത് നമ്മളിപ്പോൾ ചുമ്മാ എന്തെങ്കിലും പടച്ചു വിടുന്നതല്ല. നമ്മളെ ഒരു ജീവിതം കൊണ്ട് നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് വർഷങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ട്
നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗുരുമാർഗത്തിൽ നിന്ന് ഗുരു സംസർഗത്തിലൂടെ പ്രവർത്തിച്ച് വന്നപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ടും നമ്മുടെ സുഖദുഃഖങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള മറ്റുള്ളവരും പല പല ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്തത്. ഇപ്പോൾ ഈ ചാനലിലും ഇതുപോലുള്ള വ്യക്തികളൊക്കെ പല രീതിയിലുള്ള ഇഷ്യൂസൊക്കെ ഉന്നയിക്കുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിൻ്റെ കാലഘട്ടം തൊട്ട് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ ആരും പറഞ്ഞ് ചെയ്യിക്കുന്നതല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മളിതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഒരു മാനസിക വിഷമം, കാര്യം നമുക്കിതിനുള്ള സൊല്യൂഷനും അല്ലെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഇത് അറിയുന്ന കാര്യം പറയാതിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളിതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്, ഇതെങ്ങനെയാണ്, ഇതെന്താണ്, അതിനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഉന്നയിക്കുന്ന മാനസികമായിട്ട് ഉള്ള കണ്ട പ്രശ്നങ്ങളെക്കുറിച്ചും പ്രോബ്ലങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പല വിശദീകരണങ്ങൾ കൊടുത്തു. അപ്പോൾ തന്നെ അങ്ങനെ വിശദീകരണങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ പരസ്യമായിട്ട് നമ്മളെ അധിക്ഷേപിക്കും, നമ്മളെ പേഴ്സണലായിട്ട് വ്യക്തിഹത്യ ചെയ്യും. അതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അല്ലാതെ പിന്നെ എന്നായാലും ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ തെളിച്ചം കൊണ്ട്, ഇപ്പം നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. നമുക്കിപ്പോൾ മറ്റുള്ളവരിപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ ഇപ്പം മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടാതെ ഈ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഒരു ശരിയായിട്ടുള്ള കാര്യം പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ അത് നാനാ ഭാഗത്തുനിന്നും ആ നെഗറ്റീവായിട്ടുള്ള ഫോഴ്സസ് മറ്റു മനുഷ്യരിലൂടെ നമ്മളെ എതിർക്കുമെന്നുള്ളത് അത് സേർട്ടൺ ആയിട്ടുള്ള കാര്യമാണ്. അത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല, എന്ത് നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിലോ എവിടെയോ പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ അതിന് എതിർപ്പാണ്. അത് ഇതിൻ്റെ ഭാഗമാണ്. അവരിങ്ങനെ എതിർത്തുകൊണ്ടും കളിയാക്കിയും പരിഹസിച്ചുകൊണ്ടും ഇരിക്കും. അപ്പം നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനല്ല, നമ്മൾ ഈ ഇതേപോലുള്ള നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഇവരെല്ലാം ഉന്നയിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നേരിട്ടു, അപ്പോഴും നമ്മുടെ ഗുരുമാർഗത്തിൽ നമ്മൾ എങ്ങനെ വിശ്വസിച്ചു നിന്നു, അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ടായി, എങ്ങനെ ശാന്തി ഉണ്ടായി, സമാധാനം ഉണ്ടായി എന്നുള്ള കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതിനെ എതിർക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോഴും നമ്മളിപ്പോൾ നിർത്തിയെന്ന് പറയാനുള്ള കാരണം നമ്മൾ ഇതിനെല്ലാം മറുപടി പറഞ്ഞു കഴിഞ്ഞു. മാനസികമായിട്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അതിനെ നേരിടണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എല്ലാം പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും നമ്മളിൽ വീണ്ടും പഴയ ലൂപ്പിലിരുന്നുകൊണ്ട് നമ്മളെല്ലാ കഥകൾ കേട്ട് കഴിഞ്ഞിട്ടും വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് പറയേണ്ട കാര്യമില്ല. ആ അർത്ഥത്തിലാണ് നമ്മൾ നിർത്തുന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ അത് മനസ്സിലായ ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോൾ ഈ വ്യക്തികൾ ഇവരെല്ലാം പ്രത്യേകമായ ചില പേഴ്സണൽ ഇഷ്യൂസും അവരുടെ ഗൂഢലക്ഷ്യങ്ങളൊക്കെ കാണും. പലതരത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, വളരെ റിയലായിട്ട് കൺഫ്യൂഷൻ, ഇപ്പോൾ ഉറക്കം നടിച്ചു കിടക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല, പക്ഷേ ഉറങ്ങുന്നവർ, അതായത് റിയലായിട്ട് ഈ സംശയങ്ങളിൽ പെട്ട് കിടന്നവർക്കൊക്കെ അവർ സംശയങ്ങളൊക്കെ മാറി ഒരുപാട് പേര് എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. പലരും തിരിച്ചു വന്നു. അങ്ങനെ വിശ്വാസത്തിലേക്ക് കൂടുതൽ സന്തോഷത്തോടെ പുരോഗമിക്കുന്നതായിട്ടൊക്കെ പലരും പറഞ്ഞു. ഇത് നിങ്ങൾ ഒരിക്കലും നിർത്തരുത്, ഇത് വീണ്ടും സംസാരിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യാനുള്ള ഈ ഒരു തലത്തിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ഒരു തലത്തിലാണ് നമ്മളെ സംബന്ധിച്ച്, അടുത്ത ഒരു തലത്തിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ആധ്യാത്മിക കാര്യങ്ങൾ, അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പം തന്നെ ഇവരൊക്കെ പറയുന്നു നമ്മളെന്തോ പേഴ്സണൽ മോട്ടീവ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെന്തോ പൈസയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ പൈസയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ ചാനൽ, ഞാനും ആശയും ഇത് നടത്തിക്കൊണ്ടിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ആധ്യാത്മിക കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ചാനൽ വികസിക്കില്ല. കാര്യം നമ്മളൊരു പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളൊന്നുമല്ല. അപ്പം നമുക്ക് കുറച്ച് പോപ്പുലറായിട്ട് ആൾക്കാർക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള പൊതുജനങ്ങൾ ശ്രദ്ധിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത കാലഘട്ടത്തിൽ വളരെ പോപ്പുലറായിട്ട് വീഡിയോകളൊക്കെ പോവുകയും നമുക്ക് ഓൾമോസ്റ്റ് 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുകയും നമുക്ക് മാസം തന്നെ 30,000, 50,000, ഒരു സമയത്ത് എപ്പോഴോ 98,000 രൂപ വരെ കിട്ടിയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം വീഡിയോകൾ എടുത്താൽ, ഇപ്പോൾ എനിക്കും ആശയ്ക്കും ഒക്കെ ഈ ക്രിയേറ്റീവായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ എടുക്കാൻ അറിയാം. ഞാൻ അതുപോലുള്ള വീഡിയോകൾ എടുത്തുകൊണ്ടിരുന്ന എനിക്ക് നല്ല വരുമാനം, ഇന്നത്തെ കാലത്ത് യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് എടുത്താൽ എനിക്ക് നല്ല രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇടുമ്പോഴോ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 1000, 2000, 3000, ചിലപ്പോൾ ഒരു 10,000 അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യൂവേഴ്സ്. പക്ഷേ നമ്മൾ വ്യൂവേഴ്സിനെ ഉദ്ദേശിച്ചല്ല. കാര്യം ഇത് മനസ്സിലാക്കുന്ന കുറച്ച് പേര് ഇത് മനസ്സിലാക്കിയാൽ മതി. ഇതുപോലുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇതുപോലുള്ള സംശയങ്ങളിലും പ്രശ്നങ്ങളിലും ഉള്ള കുറച്ച് പേര് കണ്ടാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് അത് ഷെയർ ചെയ്തത്. അപ്പം നമുക്കിത് ഒട്ടും വരുമാനം കിട്ടുന്ന ഒരു പ്രോസസ്സേ അല്ലായിരുന്നു. അപ്പം ഞാനിപ്പോൾ ആശയോട് പറയാറുണ്ട്, നമ്മൾ
നമ്മൾ ഈ എൻ്റർടൈനിങ് വീഡിയോസ് എടുത്ത് മനുഷ്യരുടെ സമയം കളഞ്ഞിട്ട് ആ സമയം കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കിക്കൂടാ. അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൂടാ. അല്ലെങ്കിൽ നമുക്ക് അതുപോലുള്ള വീഡിയോകൾ എടുക്കാൻ എനിക്കും അറിയാം, ആശയ്ക്കും അറിയാം. പൈസ ഉണ്ടാക്കാൻ പറ്റിയ വീഡിയോകൾ എടുക്കാനുള്ള ഐഡിയാസൊക്കെ നമുക്കുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള. പക്ഷെ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ആൾക്കാരുടെ സമയം കളഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു നന്മയിലേക്ക് ഗുണപാഠമായിട്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാത്തിടത്തോളം കാലം നമുക്കതൊരു ദോഷമായിട്ട് മാറും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൂടാന്ന് പറഞ്ഞ് നമ്മളത് സ്റ്റോപ്പ് ചെയ്താണ്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നു, ഇനിയിപ്പോൾ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഈ ലോകത്തിൻ്റെ നീതിയിൽ പറ്റിയ വീഡിയോകൾ തന്നെ ഷെയർ ചെയ്യണം. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാം മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ ആധ്യാത്മിക രംഗത്ത് അല്ലാതെ മറ്റെല്ലാ രീതിയിലും കപടമായിട്ടുള്ള ആൾക്കാർ കപടമായി മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് വിജയിക്കുമ്പോൾ നമ്മൾ ആധ്യാത്മിക രംഗത്തുള്ളവരും ബുദ്ധിപരമായിട്ട് വളരെ നല്ല മാർക്കറ്റിങ്ങോടുകൂടി നല്ല കാര്യങ്ങൾ പ്രചരിപ്പിച്ചില്ലെങ്കിൽ അത് ഈ മനുഷ്യ സമൂഹത്തിൻ്റെ മനസ്സും ഇതെല്ലാം മലിനപ്പെട്ടുകൊണ്ട് ഈ പ്രകൃതിക്കുണ്ടാകുന്ന നാശങ്ങളെല്ലാം നമ്മളും എല്ലാവരും സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ആധ്യാത്മിക രംഗത്തുള്ളവരും നല്ല നല്ല പ്രചാരത്തിലൂടെ ഈ ആധ്യാത്മിക വിഷയങ്ങളും ഈ ഇന്നത്തെ നാടോടുമ്പോൾ നടുവേ ഓടുന്ന പോലെ പ്രചരിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പം നമ്മളിനിയിപ്പോൾ നാളെ എന്തെങ്കിലും കുറച്ച് പ്രചാരം കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്ത ആധ്യാത്മികത എവിടെയെന്നും പറഞ്ഞ് നിലവിളിക്കരുത് ആരും. ആധ്യാത്മികത പറയാൻ വേണ്ടി തന്നെയാണ് ഈ ചട്ടം കൂട്ടി എല്ലാം ചെയ്തു കൊണ്ടുവരുന്നത്. ആധ്യാത്മിക രംഗത്തുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് ഇതെല്ലാം നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം, അടിസ്ഥാനപരമായ ഉദ്ദേശം നന്മയുള്ള, സത്യമുള്ള, ധർമ്മത്തിൻ്റെ, നീതിയുടെ, ഗുരുമാർഗത്തിൻ്റെ ഈ സത്യങ്ങളെല്ലാം എല്ലാ മനുഷ്യരിലേക്കും എത്തിച്ച് അവരുടെ ജീവൻ്റെ ഒരു സായുജ്യത്തിലേക്ക് വഴി നടത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ചാനലിൽ പറഞ്ഞ പോലെ നമ്മൾ പറയാനുള്ള ഒരു സ്റ്റെപ്പ് മറുപടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അടുത്ത തലങ്ങളിലേക്ക് നമുക്ക് പ്രവർത്തിക്കാം. ഇപ്പോൾ അവരെ അധിക്ഷേപിക്കുമ്പോൾ അവർ തന്നെയാണ് പരിഹാസ്യരാകുന്നത്. ഇപ്പോൾ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ അധിക്ഷേപിച്ചെന്നും പറഞ്ഞ് എനിക്ക് നന്മയോ ഉണ്ടാവും. കാര്യം നമ്മുടെ ഈ പറയുന്ന നമ്മളുടെ ജീവനിൽ അടങ്ങിയിരിക്കുന്ന ദോഷവശങ്ങളും എല്ലാം പോയി നമ്മൾ ക്ലിയർ ആവുന്നു. ഇപ്പോൾ ഈ വ്യക്തികൾ, ഇപ്പം നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോ ഇമേജുകളുണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആശയെക്കുറിച്ച്, എൻ്റെ വീട്ടിലെ ഓരോ വ്യക്തികളെക്കുറിച്ച്, ഗുരുവിനെക്കുറിച്ച്, ലോകത്തിലെ നമ്മൾ ഈ 800 കോടി അല്ലെങ്കിൽ 850 കോടി ജനങ്ങളുള്ള ഈ ലോകത്തിൽ നമുക്ക് കുറച്ച് പേരെയാണ് നമ്മുടെ മനസ്സിൽ ഇമേജ് ആയിട്ടുള്ളത്. ഈ വ്യക്തികളുമായിട്ട് നമുക്ക് ചില കണക്കുകളുണ്ട്. അപ്പോൾ ഈ ഇമേജുകളെല്ലാം നമ്മുടെ മനസ്സിൽ ശുദ്ധീകരിച്ച് നമ്മളിത് സ്നേഹമയമാക്കി നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇമേജും ശുദ്ധമാക്കിയാൽ മാത്രമേ നമുക്ക് ആ ദൈവികമായ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഉണർന്ന് കാണുന്ന ഈ ലോകത്തിലുള്ള എല്ലാ ഇഷ്യൂസും നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ഒരു കണക്ക് തീർക്കലാണ്. അപ്പോൾ ഈ കണക്ക് തീർക്കുന്ന ഈ മാനസിക ലോകത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധമാക്കുക. നമ്മുടെ മനസ്സിലുള്ള ഓരോ ഇമേജുകളും അവർ ശരിയോ തെറ്റോ ആവട്ടെ, അവർ ചെയ്യുന്ന കർമ്മം അവരനുഭവിച്ചോളും. നമ്മുടെ ഇമേജിനെ, നമ്മുടെ മനസ്സിലുള്ള ഓരോ ഇമേജിനെയും നമ്മൾ ശുദ്ധമാക്കേണ്ടതുണ്ട്. അങ്ങനെ ശുദ്ധമാക്കി നമ്മുടെ മനസ്സ് സമ്പൂർണ്ണമായിട്ട് ശുദ്ധമാക്കി സ്നേഹമയമാക്കി കരുണാർദ്രമാക്കിയാൽ മാത്രമേ നമുക്ക് ആ ദൈവികമായിട്ടുള്ള ലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കൂ. അപ്പോൾ ഇതാണ് ആധ്യാത്മികമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ വിമർശിക്കുന്നവർ അവരുടെ മനസ്സിലുള്ള ശ്രീജിത്തിനെയാണ് അവർ വിമർശിക്കുന്നത്. അവർ ഇത്രയും അഴുക്കാക്കി, മോശമാക്കി, കളിയാക്കി, അപഹസിക്കുന്നത്. അതുകൊണ്ട് നഷ്ടം അവർക്ക് തന്നെയാണ്. അവരുടെ മനസ്സിലുള്ള ഒരു ഇമേജാണ്, അവരുടെ ശ്രീജിത്താണത്. യഥാർത്ഥ എന്നെ മറ്റാരുടെയും ഒരു പ്രവൃത്തിയും ബാധിക്കുന്നില്ല. എൻ്റെ മനസ്സിലെ പ്രവൃത്തിയാണ് എന്നെ ബാധിക്കുന്നത്. ഇപ്പം ഞാൻ എന്നെ നശിപ്പിക്കുന്നതും നന്നാക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. എന്നെ അവഹേളിക്കുന്നതും പരിഹസിക്കുന്നതും എല്ലാം എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പ്രവർത്തിച്ച് നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ എന്നെ അധിക്ഷേപിച്ചാലും പരിഹസിച്ചാലും ചവിട്ടിത്തേച്ചാലും എന്തൊക്കെ ചെയ്താലും ഞാൻ ആ ദൈവത്തിൻ്റെ മഹിമ അത്രയും അവരെ അധിക്ഷേപിക്കുമ്പോഴും ഞാൻ പറയും, ദൈവം, ഗുരു അവിടെ. കാര്യം നമ്മളെ ചവിട്ടിത്തേച്ചാലും നാമാവിശേഷമാക്കിയാലും എന്ത് ചെയ്താലും നമ്മൾ ആ ഗുരുവിൻ്റെ മഹിമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ആ വിശ്വാസം അല്ലെങ്കിൽ ആ തിരിച്ചറിവ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ശരീര മനസ്സിൻ്റെ തലത്തിലുള്ള ശ്രീജിത്തുമായിട്ടല്ല ഐഡൻറ്റിഫൈഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശരീര മനസ്സിൻ്റെ തലത്തിലുള്ള ശ്രീജിത്തിന് എന്ത് സംഭവിച്ചാലും നമ്മുടെ ആത്മബോധത്തിലുള്ള ശ്രീജിത്തും ആ ആത്മബോധം കാണുന്ന ദൈവത്തിനെക്കുറിച്ചും മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ തലത്തിൽ, ഈ ഡയമെൻഷനിൽ നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞാനെന്നല്ല, ആരും മൈൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള അധിക്ഷേപങ്ങളെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും ഭയപ്പെട്ടുകൊണ്ടല്ല നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന കാര്യം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ വരുമെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു നമ്മൾ ഇതുപോലുള്ളൊരു കാര്യത്തിന് ഇറങ്ങാൻ പാടില്ലല്ലോ. നമ്മൾ ഇതുപോലുള്ളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ ഇതുപോലുള്ള നമ്മളെ ചീത്ത പറയാനും പരിഹസിക്കാനും ഒക്കെ ആൾക്കാർ വരുമെന്നുള്ളത് വ്യക്തമായിട്ടറിയാം. അല്ലെങ്കിൽ അവനവൻ്റെ കാര്യം നോക്കി സുഖമായിട്ട് ജീവിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെയല്ല.
അപ്പം നമ്മൾ വളരെ സതുദ്ദേശപരമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ അധിക്ഷേപിക്കുന്നവർ അവരുടെ മനസ്സിനെയാണ് മലിനപ്പെടുത്തുന്നത്. അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് വരുന്നതാണ്, ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ ഓരോരുത്തരുടെ ബോധത്തിൻ്റെ ഡിഗ്രി അനുസരിച്ചാണ് ആ കർമ്മം തിരിച്ചു വരുന്നത്. ഇപ്പോൾ വളരെ ബോധവാനായ ഒരു വ്യക്തിക്ക് ഇമ്മീഡിയറ്റ്ലി വരും, ബോധം കുറഞ്ഞ വ്യക്തികൾക്ക് ഒത്തിരി കൂടെ കാലതാമസം എടുക്കും. അപ്പം എങ്ങനെയായാലും നമ്മളൊരു കാര്യം, നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ചിന്തിച്ച് പ്രവർത്തിച്ച് കഴിയുമ്പോൾ തന്നെ അത് നമുക്ക് ഫലമായി കഴിഞ്ഞു അവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി, നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികളെ ശുദ്ധമാക്കി, നമ്മുടെ മനസ്സിലുള്ള ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള ഇമേജുകൾ ശുദ്ധമാക്കി, അങ്ങനെ നമ്മുടെ ലോകം, മാനസിക ലോകം ശുദ്ധമാക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ നമ്മൾ ദൈവിക ലോകത്തിലേക്ക് പരിണമിക്കുക. അപ്പോൾ അതിനനുസരിച്ച് മനുഷ്യരങ്ങനെ വ്യക്തിഗതമായി പരിണമിക്കുമ്പോൾ ലോകത്തിനും അതിൻ്റേതായ മാറ്റം വരും. ഇതാണ് ആധ്യാത്മികമായിട്ടുള്ള ഗുരുക്കന്മാർ പകർന്നു തന്നിട്ടുള്ള ഒരു അറിവ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ, ഞാനും ആശയൊക്കെ ഇട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നങ്ങളും വരുന്നില്ല എന്നാണോ ആരെങ്കിലും കരുതുന്നത്? ഇപ്പോൾ ചിലരെല്ലാവരും എന്നോട് വന്ന് പറയാറുണ്ട്, ശ്രീജിത്തെ, ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ എന്താണെന്ന് അറിയാമോ? ഞാൻ ഒരു ജന്മത്തിൽ തന്നെ 10 ജന്മത്തിലെ വിഷമങ്ങൾ തള്ളാൻ അനുഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ ചെറുപ്പക്കാരൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ വന്ന് സംസാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ അനുഭവിച്ച നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ദുഃഖങ്ങളോ വിഷമങ്ങളോ ഒന്നും പറയുന്നില്ല എന്ന് കരുതി എനിക്കൊരു വിഷമം ഇല്ലെന്നാണ്. കാര്യം ഒരു വിഷമങ്ങളിലൂടെയും കടന്നു പോകാതെയാണോ ഞാൻ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും ഇഞ്ചിഞ്ചായി വിഷമിക്കുന്ന, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, നിരാശപ്പെടുന്ന, തകർന്നു പോകുന്ന വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വിഷമങ്ങളെ എല്ലാം അതിവർത്തിക്കാനായിട്ട് ദൈവമായിട്ട് തന്ന ഒരു വെളിച്ചം. അപ്പോൾ ആ വെളിച്ചത്തെക്കുറിച്ചേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. കാര്യം അതും ഒരു അഹന്തയാണ്. നെഗറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു അഹന്തയാണ്. കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പലരും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുകയാണ്, അൺകോൺഷ്യസ്ലി, ബോധപൂർവമല്ല. ഈ ദുഃഖങ്ങളും നിരാശകളും ഫ്രസ്ട്രേഷനും അവർക്കൊരു സുഖമാണ്, അഹന്ത. ഈ മൂക്കിപ്പൊടി ഇടുമ്പോൾ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുന്നതാണ്. പക്ഷേ എന്നാലും ചിലർ മൂക്കിപ്പൊടിയിട്ട് ശരീരത്തിനെ തപിപ്പിച്ചുകൊണ്ട് ആസ്വദിക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഈ സഫറിങ്ങും നമ്മുടെ ഒരു ആസ്വാദനമാണ്. മൂക്കിപ്പൊടിയിട്ട് ആസ്വദിക്കുന്ന പോലെ ഇതിനെ വിടാൻ തയ്യാറല്ല. ഈ അഹന്താ സ്വരൂപത്തിന്, ഇതിനെല്ലാം കാരണമായ അഹന്താ സ്വരൂപത്തിനെ വിടാതെ ഇതെന്തോ ആധ്യാത്മികമായിട്ട് എന്തോ ഉയർന്ന കാര്യമാണെന്നുള്ളൊരു ചിന്തയിൽ പലരും ഇതിനെ ഇങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഇതേപോലുള്ള ദുഃഖങ്ങളും ഈ നിരാശകളും, എൻ്റെ ഒരു ദുഃഖം ഞാൻ ഇന്നു വരെ ആരടുത്തും ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പം ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ദൈവത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ച്, സത്യത്തിൻ്റെ ശാന്തിയെക്കുറിച്ച്, സായുജ്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. കാര്യം അതുകൊണ്ട് മാത്രമേ മറ്റുള്ളവർക്ക് ഗുണമുള്ളൂ. അല്ലാതെ എൻ്റെ ദുഃഖം ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് ദുഃഖങ്ങളില്ല എന്നല്ല. ഇപ്പോൾ തന്നെ ഇപ്പോൾ ആശയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഇപ്പോൾ ആശയ്ക്ക് ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് മുമ്പ് ആശ ഒറ്റ മകളായിരുന്നു. ആശയെ സത്യം പറഞ്ഞ ഗുരുവിനൊരു ഗുരുവെന്ന രീതിയിൽ പരീക്ഷിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആശയുടെ ജീവിതത്തിൽ ആശയ്ക്ക് പരീക്ഷണങ്ങൾ അവിടെ ഗുരു ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. എന്നാൽ ഒരു ഗുരുമാർഗത്തിൽ ഗുരു എങ്ങനെ പരീക്ഷിക്കും എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ ഗുരുവിന് സാധിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ ഗുരുമാർഗത്തിൽ പോലും ഈ പുറത്തുനിന്ന് വന്നവർക്കെല്ലാം ഒന്ന് വിശ്വാസ സ്വഭാവത്തിൽ വന്ന് സ്നേഹിച്ച് ചിരിച്ചിട്ടൊക്കെ പോകാമെന്നേ ഉള്ളൂ. പക്ഷേ ഗുരുമാർഗത്തിൽ ഗുരു ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ സ്വന്തം അടുത്ത് നിന്ന ഗൃഹസ്ഥാശ്രമികൾക്കും ശിഷ്യ സമൂഹത്തിനും ഗുരു ഏതെല്ലാം രീതിയിൽ അവരെ പരീക്ഷിച്ചിട്ടുണ്ട്, ഏതെല്ലാം വിഷമകതകളിലൂടെ അവരെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന പോലെ അവരുടെ കർമ്മഗതി പൊട്ടിക്കാനും തിരുത്താനും ഗുരു എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അടുത്ത് നിന്ന് മനസ്സിലാക്കിയവർക്കറിയാം. അതാണ് ഞാൻ എപ്പോഴും ഈ ആശ്രമ പരിചയം എന്ന് പറയുന്നത്. അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള പഴയ വിശ്വാസികൾക്കെല്ലാം ഇതറിയാം. ഒരു ഗുരുമാർഗത്തിൽ ഗുരു എങ്ങനെയെല്ലാം സൂത്രശാലിയായിട്ട് പ്രവർത്തിക്കാം. അത്രയും നെഗറ്റീവായിട്ടുള്ള ചില ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോയാൽ മാത്രമേ ഒരു ജീവനെ ശുദ്ധി ചെയ്ത് എടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. കാര്യം ആശ്രമങ്ങൾ സുഖിപ്പിക്കാൻ മാത്രമുള്ള സ്ഥലമല്ല, ഈ നെഗറ്റിവിറ്റികളെല്ലാം കഴുകിക്കളഞ്ഞ് മോചിപ്പിച്ച് ജീവനെ സ്വതന്ത്രമാക്കുന്ന സ്ഥലമാണ്. അപ്പം അതിന് ആശ്രമങ്ങളെ അനുവദിക്കണമെന്നുള്ളതാണ്, ഗുരുക്കന്മാരെ അതിനെ അനുവദിക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗുരുമാർഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് അത് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഗുരുവിൻ്റെ കൂടെ നിന്നവർക്ക് ഗുരുവിൻ്റെ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ആശ വന്നു നിന്ന് പണ്ട് ഗുരുവിനോട് സ്നേഹമായിട്ടൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മറ്റ് കൂടെ ഉണ്ടായിരുന്ന സീനിയറായിട്ടുള്ള ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. കാര്യം അവർക്കൊക്കെ പേടിയാണ് ഗുരുവിനെ. എന്ന് പറഞ്ഞാൽ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ അവർ ഗുരുവിനെ പേടിച്ചിട്ട്, അപ്പോഴാണ് ആശ വളരെ ക്ലോസ് ആയിട്ടൊക്കെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ്, ആശയ്ക്ക് ആശ്രമ പരിചയത്തിൽ അന്ന് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവസാന കാലഘട്ടത്തിലാണ് ആശ്രമ പരിചയമായിട്ട് ഗുരുവിൻ്റെ അടുത്ത് വന്ന് ആശയുടെ അമ്മയോട് എപ്പോഴും ഗുരു വഴക്ക് പറഞ്ഞിരുന്നത് ആശയെ ആശ്രമത്തിൽ കൊണ്ട് നിർത്താത്തതിനാണ്. അല്ലെങ്കിൽ ആശയും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ആശ്രമത്തിലേക്ക് വന്ന് അന്തേവാസിയായിട്ട് താമസിക്കണമെന്ന് ആശയുടെ അമ്മയോട് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് ജോലി ട്രാൻസ്ഫർ വാങ്ങിക്കാൻ പറഞ്ഞു ഗുരു, എഴുതി രണ്ടുപേരോട്. എന്നിട്ട് ആശയുടെ
അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റാത്തതിൻ്റെ ഒരു കുഴപ്പം അത് ഗുരു എന്നും വഴക്ക് പറയുമായിരുന്നു. അപ്പോൾ ആശ്രമ സ്വഭാവത്തിലെ ആശയെ പരീക്ഷിക്കാനോ ആ ഒരു മാനസികമായ കോൺഷ്യസ്നെസ്സിൻ്റെ പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിലൂടെ പ്രവർത്തിക്കാൻ ഗുരുവിന് കഴിഞ്ഞിട്ടില്ല. ഗുരുവിന് അവസരം ലഭിച്ചില്ല. പലപ്പോഴും ഗുരു ആശയെ വഴക്ക് പറയാൻ വന്നിട്ട് പിന്നെ ഗുരു അങ്ങ് നിർത്തും. ആശയുടെ മുഖത്ത് നോക്കുമ്പോൾ ആശയുടെ ദയനീയ ഭാവം കാണുമ്പോൾ ആശയ അങ്ങ് നിർത്തും, അല്ലെ ഗുരു അങ്ങ് നിർത്തും. എന്നാൽ ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം അന്തേവാസിയായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ശിഷ്യപൂജിതയിലൂടെയാണ് ആശയ്ക്ക് ആശ്രമ പരിചയവും ഗുരുമാർഗം എന്താണെന്ന് മനസ്സിലാവുന്നത്. ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ, ഗുരു എങ്ങനെയൊക്കെ നമ്മളെ ഉണർത്താൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആശയ്ക്ക് മനസ്സിലാവുന്ന ശിഷ്യപൂജിതയിലൂടെയാണ്. അപ്പോൾ ശിഷ്യപൂജിത എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചു? ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ശിഷ്യപൂജിത ഗുരുവിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഗുരുവിനോട് ഇങ്ങനെ ശിഷ്യപൂജിത ചോദിച്ചു, ഗുരുവേ, അപ്പ ഈ കാഴ്ച എനിക്ക് മാത്രമല്ല ഇത് എല്ലാവർക്കും പകർന്നു കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് എല്ലാവരും ഇത് വിശ്വസിച്ചെടുക്കുമായിരുന്നല്ലോ, എനിക്ക് മാത്രം തന്നാൽ അവരെന്നെ സംശയിക്കില്ലേ എന്നുള്ള രീതിയിൽ ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, അത് നിന്നെ വിശ്വസിച്ച് നിന്നിലൂടെ മാത്രമേ അവർക്കത് കിട്ടൂ. അതെന്തുകൊണ്ടാണ്? അത് ശിഷ്യപൂജിതയുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല. ഒരാളെ ഈ രീതിയിൽ പരിണമിപ്പിച്ച് പരിപക്വമാക്കി ഈ ഒരു ഗുരു സ്വഭാവത്തിൽ, ആ പ്രകാശ സ്വഭാവത്തിൽ ബന്ധപ്പെടുത്തി എടുത്താൽ അയാളെ സമീപിക്കുന്നതിലൂടെ മാത്രമേ ഈ മറ്റു വ്യക്തികൾക്ക് ഈ പരിവർത്തനം ഉണ്ടാവും. കാര്യം മനുഷ്യൻ്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മനസ്സ്, മനുഷ്യൻ്റെ അഹന്താ സ്വഭാവത്തിൽ അവനെ ബാരിയറായിട്ടിരിക്കും. അവന് ഒരിക്കലും സത്യവുമായിട്ട് ബന്ധം വരാൻ പറ്റില്ല. ഇപ്പം സത്യ സ്വഭാവത്തിലുള്ള ഇൻഫാക്ട് ദൈവവുമായിട്ട്, പരമമായ ഏകം സത്യമായിട്ടുള്ള പരമമായിട്ടുള്ള ദൈവമായിട്ട് മനുഷ്യന് ഒരു രീതിയിലും കോണ്ടാക്ട് വരാൻ പറ്റാത്ത രീതിയിലാണ് ഈ സൃഷ്ടിക്രമം മറച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ നേരിട്ട് ഒരു സ്വരൂപ സ്വഭാവത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ, ആ ദൈവികമായ പ്രകാശം ഇങ്ങോട്ട് വന്നാൽ മാത്രമേ മനുഷ്യനെ ഫ്രീ ആക്കാൻ പറ്റൂ. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ദൈവികമായിട്ടുള്ള ആ ധർമ്മം നേരിട്ട് വന്നാൽ മാത്രമേ ഇത് സ്വതന്ത്രമാക്കാൻ പറ്റൂ. എന്നാൽ അപ്പോൾ പോലും ആ ദൈവികമായ ധർമ്മത്തിലൂടെ ഒരു ജീവൻ പോലും രക്ഷപ്പെടാതിരിക്കാൻ പാകത്തിലാണ് ഈ മെട്രിക്സ്, ഈ യൂണിവേഴ്സൽ മൈൻഡ് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു ജീവൻ പോലും ഇതിനകത്ത് നിന്ന് കടന്നു പോകാൻ അവർ സമ്മതിക്കില്ല. കാര്യം അവരിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്വർഗ നരകങ്ങളായിട്ടുള്ള ആ അവസ്ഥയിൽ ഓരോ ജീവൻ്റെ ആത്മപ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവൻ ദൈവത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ ഓരോ ജീവൻ്റെ ആത്മപ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ മാനസിക ലോകം നിലനിർത്താനേ അവർ ശ്രമിക്കും. ഒരു ജീവൻ പോലും ഇത് വിട്ടുപോകാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഗുരുമാർഗത്തിലൂടെ ഗുരുക്കന്മാർ ഇതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരൂപമായി പ്രവർത്തിച്ചുകൊണ്ട് ഗുരു സ്വരൂപത്തിൽ വന്ന് നിന്നുകൊണ്ട് ഈ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് പ്രവർത്തിക്കുന്നു. കാര്യം ദൈവം എന്ന് പറയുന്ന ആ അസ്തിത്വം, ഏകം സത്യമായ അസ്തിത്വം ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും സ്വീകരിച്ചുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ സ്വരൂപ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നു. അത് ഗുരു രൂപത്തിൽ, ഗുരു സ്വരൂപമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഈ ഗുരുവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഈ ജീവൻ്റെ മോചന മാർഗം സാധ്യമാകുന്നത്. അപ്പോൾ ഗുരു ശിഷ്യപൂജിതയെ ഈ രീതിയിൽ ഉയർത്തിയെടുത്തിട്ട് മറ്റുള്ളവർക്ക് ഈ കാഴ്ച കിട്ടണമെങ്കിൽ ഒരു ഗുരു സ്വഭാവത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ കിട്ടൂ എന്നുള്ളത് അറിയിക്കുമ്പോൾ ശിഷ്യപൂജിത അക്കാലത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് പേരെ ഈ രീതിയിൽ ഉണർത്തിയെടുക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പല രീതിയിൽ സൂത്രത്തിൽ വിഷമിപ്പിച്ചുകൊണ്ടും കഷ്ടപ്പെടുത്തിക്കൊണ്ടും, കാര്യം ശിഷ്യപൂജിത അന്ന് കരുതുന്ന, ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നത്, കാര്യം ഗുരുവിനെ വിശ്വസിച്ച നമ്മുടെ ഈ സമൂഹം എന്തായാലും ഈ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കും. കാര്യം ഗുരുവിൻ്റെ വിശ്വാസികൾ, നമ്മൾ അങ്ങനെ ഒരു സോളിഡായിട്ടുള്ള ഒരു വിശ്വാസികളാണല്ലോ, മറ്റെല്ലാത്തിനെയും കളഞ്ഞിട്ട് വന്ന ഒരു വിശ്വാസ സമൂഹമാണ് നമ്മുടേത്. അപ്പം ഗുരുവിനെ വിശ്വസിച്ചവർ എന്ത് വന്നാലും ഇവിടെ അവസാനം വരെയും ഗുരു ഉണ്ടാകുമെന്നുള്ളൊരു വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ഇതിനോടൊപ്പം നിൽക്കുമെങ്കിൽ കുറച്ച് വിഷമതകളിലൂടെ അവരെ കടത്തിക്കൊണ്ടുപോയി അവരുടെ ആ കർമ്മഗതി പൊട്ടിച്ച് അവരുടെ ജീവനിലിരിക്കുന്ന ആ അൺകോൺഷ്യസ് ലെയേഴ്സിനെ എല്ലാം പൊട്ടിച്ചാൽ, അവർ ഈ സത്യത്തിലേക്ക് തെളിച്ചം കിട്ടിയാൽ, കുറേ ശിഷ്യന്മാർ ഗുരുവിൻ്റെ ആ ദൈവികമായ ബോധം വന്നാൽ ഈ പരമ്പരയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്തായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ടാണ് ഗുരു ശിഷ്യപൂജിത ആ സമയത്ത് ഒരുപാട് പേരെ പല രീതിയിൽ ഒരു ഗുരു എങ്ങനെ പ്രവർത്തിക്കണം ആ രീതിയിൽ, ഒരുപക്ഷെ പക്വത എത്താത്തവരോട് പോലും ഈ രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ പറ്റി? എല്ലാവരും ഈ വിശ്വാസത്തെ നേരെ തിരിയുകയാണ് ചെയ്തത്. അപ്പോൾ എന്തുപറ്റി? സത്യം പറഞ്ഞാൽ അവരെല്ലാം ഈ സമർപ്പണ സ്വഭാവത്തിൽ ഇതിനെ ശരിയായ രീതിയിൽ എടുത്തിരുന്നെങ്കിൽ ഈ കർമ്മഗതി കൊട്ടി, മനസ്സിൻ്റെ ആ ഏടുകളെല്ലാം പൊട്ടി ഒരു പുതിയ സ്വഭാവത്തിൽ അവരിലൊരു കോൺഷ്യസ്നെസ്, ഈ റാഡിക്കൽ ചേഞ്ചായ ഒരു കോൺഷ്യസ്നെസ് വന്ന് ഈ ദൈവപ്രകാശത്തിന് പാത്രീഭൂതരാകുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആ പരമ്പരയിൽ അവർ ആ പക്വത എത്താത്തതുകൊണ്ട് അവർ നേരെ ഗുരുവിനെതിരെ തിരിയുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തുപറ്റി? പിന്നെ ശിഷ്യപൂജിത പതുക്കെ മൗനമായി.
കാര്യം പിന്നെ ശിഷ്യപൂജിത ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു ഗുരു സ്വഭാവത്തിൽ ആരോടും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാം അവർ പറയുന്നതൊക്കെ കേട്ട് പലരും നമ്മളോട് പൊതുവെ ചെറിയൊരു രീതിയിൽ ഒരു സാന്നിധ്യമായി നിലകൊള്ളുന്നതല്ലാതെ ഒരു ഗുരു സ്വഭാവത്തിൽ നേരിട്ട് ഇൻറ്റൻസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റി, നമ്മുടെ പരമ്പര അതിനനുസരിച്ച് വികസിക്കാത്തതുകൊണ്ട് ഗുരുവിന് ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് നിർത്തേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ പരമ്പരയിൽ ഒരുപാട് ബുദ്ധന്മാരുടെ ലെവലിലുള്ള ആ പഴയ സ്വഭാവത്തിലുള്ള ശിഷ്യന്മാരെല്ലാം ബുദ്ധന്മാരുടെ ലെവലിലേക്ക് വന്നനായിരുന്നു. ഈ ഒരു പരീക്ഷണ ഘട്ടം, അതായത് ഈ കർമ്മഗതി പൊട്ടിക്കുന്ന ഗുരുവിൻ്റെ റിയൽ ആയിട്ടുള്ള പ്രവർത്തനത്തെ അതിവർത്തിച്ച് വന്നെങ്കിൽ, പക്ഷെ അവരവിടെ ആ ഗുരുവിനെ സംശയിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവരുടെ അഹന്തയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവർ രക്ഷപ്പെട്ടുള്ളത്, അഹന്തയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതാണ് നമ്മുടെ ഒരു സമൂഹത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ആശയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആശയ്ക്കുണ്ടായ ചില അനുഭവങ്ങൾ, ഇപ്പോൾ ഈ റിബല്യസ് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന പല വ്യക്തികളും പറയുന്നത് നമുക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ലൈഫാണ്, നമ്മളെല്ലാം ഉദ്ദിഷ്ടകാര്യം കാരസ്മരണ എന്നൊക്കെയല്ലേ പറയുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമുക്കെല്ലാം വളരെ ഈസി ആയിട്ടുള്ള ലൈഫാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, റിബൽ ആകണമായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനാണ് ഫസ്റ്റ് റിബലാകേണ്ടത്. കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെ ഞാൻ നെഗറ്റീവായിട്ട് മനസ്സിൻ്റെ വീക്ഷണത്തിൽ, മനസ്സിൻ്റെ തലത്തിൽ നിരീക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ റിബലായനായിരുന്നു. പക്ഷേ എനിക്ക് ഭാഗ്യത്തിന് ഈ ഒരു ബോധത്തിൻ്റെ ഒരു വശം തെളിഞ്ഞു കിട്ടിയോണ്ട് ഞാൻ മനസ്സിനെ നിരാകരിച്ചതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഗുരുവിൻ്റെ ഒരു വെളിച്ചം എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ മാനസിക തലത്തിലും മറ്റ് ഫിസിക്കൽ ഡയമെൻഷനിലും ഉണ്ടായ വിഷമങ്ങളൊന്നും എന്നെ ബാധിച്ചില്ല. ഞാൻ ആ സത്യത്തിൻ്റെ വഴിയിൽ ഇങ്ങനെ മുറുകെ പിടിച്ച് നിന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത് ബാധിച്ചില്ല. അല്ലായിരുന്നു ഞാനും ഈ പറയുന്ന പോലെ സംശയത്തിൻ്റെയും ഈ പറയുന്ന റിബല്യസ് ചിന്താഗതിയിലും വന്ന് ഈ ആശ്രമത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാനും എത്തിപ്പെട്ടനായിരുന്നു. ഇപ്പോൾ ആശയെ സംബന്ധിച്ചാണെങ്കിൽ, ഇപ്പോൾ ആശയുടെ ചില അനുഭവങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ ആശ. ഈ ഗുരു മാർഗത്തിൽ പരിണമിച്ച് വന്നപ്പോഴുണ്ടായ, അതായത് നെഗറ്റീവായി ചിന്തിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ചില അനുഭവങ്ങൾ. ആശയ്ക്ക് കംപ്ലീറ്റ് ഈ ഒരു ആശയത്തെ വിട്ടിട്ട് പോകേണ്ട, അല്ലെങ്കിൽ ശിഷ്യപൂജിതയും മറ്റെല്ലാവരെയും സംശയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പറ്റുമായിരുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക ആശ. അതായത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളാണല്ലോ നമുക്ക് സഹിക്കാൻ കഴിയാതെ നമ്മൾ അവിടെ ഇട്ടിട്ട് ഓടിപ്പോകുന്നത്, അല്ലേ? ചെറിയ ഇഷ്യൂസ് ആയിരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം ആദ്യം തന്നെ എനിക്ക് മാതൃമണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റി. അങ്ങനെ മാറ്റുന്ന ഒരു സമയത്ത് അന്ന് എൻ്റെ ഡെലിവറി ടൈം ആയിരുന്നു, അതിനോടനുബന്ധിച്ചാണ് മാറ്റിയത്. പക്ഷെ മാറ്റി കഴിഞ്ഞപ്പോൾ അന്ന് ഇത് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അന്ന് ഇപ്പം അവരിവിടെ ഇല്ല. അവർ എൻ്റെ അടുത്ത് പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് തന്നെ ആദ്യം ശ്രദ്ധിക്കും. അത് ആശയെ മനഃപൂർവ്വം മാറ്റിയതാണ്. ശ്രദ്ധിച്ചു നോക്കി, ഈവൻ ജാതിയുടെ പേര് വരെ അതിനകത്തൊക്കെ മിക്സ് ചെയ്ത് വളരെ അത് കേട്ടാൽ നമുക്ക് തോന്നും, ഓ അപ്പൊ ഇതെല്ലാരും കൂടെ ഇങ്ങനെ ചെയ്തതാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ. അപ്പം എന്നെ ഗുരു മാതൃമണ്ഡല സെക്രട്ടറി ആക്കി, പക്ഷെ ശിഷ്യപൂജിത എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത് എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ്. എന്നിട്ട് പിന്നെ ആ വന്ന് ചാർജ് എടുത്ത ആ ജനനിയിൽ നിന്ന് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എല്ലാം കരഞ്ഞു, എപ്പോഴും കരയാനും വിഷമിക്കുക, ഇത് ഒരു സ്ഥിരം ഇതായിരുന്നു. കൂടാതെ ആശയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗുരു ആശയെ വളരെയധികം സ്നേഹിച്ചിരുന്നു, എന്നാൽ ശിഷ്യപൂജിത അതുപോലെ അല്ല. സ്നേഹം തരുന്നുണ്ട്, എന്നാൽ ശിഷ്യപൂജിത പലപ്പോഴും ആശയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുവെന്ന് ആശയ്ക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഗുരു യഥാർത്ഥത്തിൽ ഒരു ഗുരുവിൻ്റെ രീതിയിൽ ആശയോട് പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ ഗുരു ആശയെ സ്നേഹിച്ചിങ്ങനെ പിടിച്ചു നിർത്തുകയാണ്, ആദ്യത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. എന്നാൽ ശിഷ്യപൂജിതയാണ് ഒരു ഗുരു സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നത് ആശയോട്, ആശയുടെ കോൺഷ്യസ്നെസ്സിനെ. ഗുരു നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അന്നത്തെ കാലത്ത് എല്ലാവരെയും എങ്ങനെ ഈ ആശയത്തെ പിടിച്ചു നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. മാക്സിമം പരമാവധി വളരെ ക്ലോസ് ആയിട്ടുള്ള ശിഷ്യ പരമ്പരയോട് മാത്രമാണ് ഒരു ഗുരു സ്വഭാവത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതേസമയം ബാക്കി എല്ലാവരെയും സ്നേഹിച്ച് പിടിച്ചു നിർത്താൻ. കാര്യം ഗുരു അന്നത്തെ കാലത്ത് ചിന്തിക്കുന്ന മിക്കവാറും ഗുരുവിൻ്റെ പ്രവർത്തന രീതി എന്ന് വെച്ചാൽ ഇതിനെങ്ങനെയെങ്കിലും ഈ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ ഈ വഴിയെ, ഇത്രയും ഭാഗ്യതരമായ ഒരു വഴിയെ പിടിച്ചു നിൽക്കട്ടെ അവർ. കാര്യം അവർക്ക് ഇതെടുക്കാൻ, നമുക്കെല്ലാവർക്കും ഇത് എടുക്കാനുള്ളൊരു പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ എങ്ങനെയും ഗുരു ആ സ്നേഹം തന്ന് പിടിച്ചു നിർത്തി. എന്നാൽ ഒരു ഗുരു സ്വഭാവത്തിലുള്ള ആ കഥാർസിസ്, ആ ഓപ്പറേഷൻ അത് ഗുരു നടത്തിയിരുന്നില്ല. അപ്പോൾ അത് ആശയെ സംബന്ധിച്ചൊക്കെ ശിഷ്യപൂജിതയാണ് ആ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ പിന്നീട് എന്ന് പറഞ്ഞാൽ ഞാൻ BEd എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ നെടുങ്കണ്ടം ട്രെയിനിങ് കോളേജിൽ ഫസ്റ്റ് റാങ്കിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയാണ്. അപ്പോൾ അന്ന് ഗുരു ശരീരത്തിൽ ഇരിക്കുന്ന കാലം. അപ്പം ഗുരു പറഞ്ഞു, മോളെ എൻ്റെ അമ്മ അന്ന് ക്യാൻസർ പേഷ്യൻ്റായിട്ട് അമ്മ കിടക്കും, അപ്പോൾ അമ്മയെ നോക്ക്, പിന്നെ പഠിക്കാം, പഠിത്തം പിന്നെ. അങ്ങനെ ഗുരുവിൻ്റെ വാക്കനുസരിച്ച് ഞാൻ അന്ന് ജോയിൻ ചെയ്തില്ല.
പിന്നീട് ഗുരു തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ ഇഗ്നോയിൽ ചേരാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അങ്ങനെ ഗുരുവിന്റെ വാക്കനുസരിച്ച് എടുത്ത ഒരു BEd ആണെന്ന് ആലോചിക്കണം. ആ BEd എടുത്ത് വന്നപ്പോഴേക്കും ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ചു. പക്ഷെ പിന്നെ എനിക്ക് സ്കൂളിൽ ജോലി തരില്ല എന്ന് വെച്ചാൽ അന്നത്തെ ഒരു പൂർണ്ണസ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹം പ്രിൻസിപ്പളായിരുന്നു. അന്ന് തരായിരുന്നപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഗുരുവിന്റെ എനിക്ക് ജോലി പോലും, ഞാൻ ജോലിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രീതിയിലായി. അങ്ങനെ കരഞ്ഞു വിളിച്ച് നടക്കുമ്പോൾ അന്ന് അഭിവന്ധ്യ ശിഷ്യപൂജിത ഈ സ്വാമിയെ വിളിച്ച് പറഞ്ഞപ്പോൾ സ്വാമി അനുസരിക്കില്ല. സ്വാമി എൻ്റെ മുമ്പിൽ വെച്ചാണ് അന്ന് ശിഷ്യപൂജിത പറയുന്നത്, ഇത് അവള് ഗുരുവാണ്, സ്കൂളിൽ അവൾക്ക് ജോലി കൊടുത്തത്, അപ്പോൾ സ്വാമി ഇത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇഗ്നോയുടെ ഇതിനൊന്നും അംഗീകാരം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ആ ഒരു അടിസ്ഥാനം തന്നെ പോകുന്ന രീതിയിലാണ്. പിന്നീട് ഇപ്പൊ ഇവിടെ തന്നെ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ ചിലപ്പോ സ്വാമിയോട് പരസ്യമായിട്ട് ഇപ്പോൾ ശിഷ്യപൂജിത അവളെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇനി രഹസ്യമായിട്ട് അവളെ കുറച്ചുനാൾ കഷ്ടപ്പെടുത്തണമെന്ന് പറഞ്ഞോ എന്ന് നമുക്കറിയില്ല. കാര്യം ഇത് ഞാൻ ചിന്തിക്കുന്നതാണ്. കാര്യം ഒരു ഗുരു എങ്ങനെയും പ്രവർത്തിക്കുക എനിക്കറിയാം. കാരണം ഗുരുവിന് ഇതേപോലുള്ള ചില പരീക്ഷണ ഘട്ടത്തിലൂടെ, അതായത് നമുക്ക് ഒരു നിലയില്ലാത്തതുപോലെ നമ്മൾ വിഷമിച്ച് അന്ത്രാളം വിട്ടിങ്ങനെ നടക്കുമ്പോൾ ഈ ജീവന്റെ അനേക ജന്മത്തിലെ കർമ്മഗതിയാണ് അഴിഞ്ഞു പോകുന്നത്. അങ്ങനെയാണ് ഈ ജീവൻ സത്യം പറഞ്ഞ ദൈവബോധത്തിന്, ആ ദൈവബോധത്തിൻ്റെ രീതിയിലേക്ക് പരിണമിക്കുന്നത്, ദൈവബോധത്തിനെ സ്വീകരിക്കാൻ പ്രാപ്തനാകുന്നത്. ഇങ്ങനെയുള്ള ചില വിഷമതകളിലൂടെ കടന്നു പോയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ശിഷ്യഭൂത അടിയിൽ കൂടെ പുറമേക്ക് ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചോന്ന് വരെ ഞാൻ സംശയിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ബോധമില്ലാത്ത മനുഷ്യർ മനസ്സിലാക്കി അവരൊക്കെ ഇത് വളരെ കണ്ണിങ് ആയിട്ടുള്ള ചില സൂത്രങ്ങളായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഒരു ഗുരു ഇങ്ങനെ എല്ലാം പ്രവർത്തിക്കുന്നത്, അത് ഗുരുമാർഗങ്ങളെക്കുറിച്ച് വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഗുരു ആത്യന്തികമായ സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മളോട്. പക്ഷേ ഇങ്ങനെ പ്രവർത്തിച്ചാലേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. കാര്യം അത്രയ്ക്ക് കുറവുകളും പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ആശ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ ഡൈവോഴ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ. അത് വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അടുത്ത ദിവസം എന്നെ അഭിനന്ദ ശിഷ്യപൂജിത നിർമ്മോഹാത്മ സ്വാമിയെ വിളിച്ചിട്ട് എന്നെ പ്രസ്സിലേക്ക് എന്നെ മാറ്റി. അപ്പോൾ പ്രസ്സിൽ മാറ്റിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അവിടെ ചെന്നിട്ട് ഇതൊക്കെ പഠിക്കുക, പിന്നെ പ്രൂഫ് റീഡിംഗ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാണ് വിട്ടത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സാധാരണ ജോലികളുണ്ടല്ലോ, അവിടുത്തെ പേപ്പർ മടക്കുന്ന അങ്ങനത്തെ കുറേ ജോലികളിലാണ് എന്നെ ഇരുത്തിയത്. പിന്നെ ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ശിഷ്യപൂജിത വിളിച്ച് പറഞ്ഞത് കമ്പ്യൂട്ടർ അതൊന്ന് പഠിക്കുക, അല്ലെങ്കിൽ പ്രൂഫ് റീഡിങ്, അങ്ങനെ അതും കൂടെ തന്നു. പിന്നീട് സ്വാമി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് സ്വാമി എന്നെ അവിടുത്തെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആക്കിയിട്ട് എല്ലാവരെയും വിളിച്ച് എനിക്ക് ഒരു മേശയും കസേരയും ഒക്കെ ഇട്ട് എല്ലാവരെയും മീറ്റിംഗ് വിളിച്ച് എനിക്കൊരു ഫയലും കാര്യങ്ങളൊക്കെ തന്ന് എന്നെ അപ്പോയിന്റ് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം തന്ന് അവിടെ ഇരുത്തി. അന്ന് വൈകുന്നേരം ആയപ്പോൾ ആരോ അവിടെ ഓഫീസിൽ വരുന്നു, എൻ്റെ ടേബിളിലൊക്കെ നോക്കുന്നു, പോകുന്നു, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അടുത്ത ദിവസം പറയുന്നു എൻ്റെ മേശയും കസേരയൊക്കെ എടുത്ത് മാറ്റുന്നു, എന്നെ വീണ്ടും പഴയ സ്ഥലത്ത് പോയിരിക്കാൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു എന്തുമാത്രം അപമാനമാണ്. അപമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊട്ടി അവിടെ നിന്ന് കരഞ്ഞു. ഒന്നാമത് നമ്മുടെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് അയാൾ പോയിരിക്കുന്നു, അയാൾ എന്നെ ഇവിടെ നാറ്റിച്ചിട്ടാണ് പോയി, അതിൻ്റെ വിഷമവും പ്ലസ് ഇത് ആശ്രമത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെ. അന്ന് ഞാൻ ഇതുപോലെ കരഞ്ഞു വിളിച്ചു. അന്ന് പക്ഷെ വേണമെങ്കിൽ അപ്പൊ എനിക്ക് അന്ന് ഞാൻ അഭിനന്ദ ശിഷ്യപൂജ എടുത്ത് ഇതൊക്കെ എഴുതി ഞാൻ അറിയിച്ചു. അപ്പൊ എനിക്ക് വേണമെങ്കിൽ തോന്നാം അല്ലേ, ശിഷ്യപൂജയ്ക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാമല്ലോ അവള് എന്തിനാ അങ്ങനെ ചെയ്തത്. പക്ഷെ എന്നെ ഒന്നും പറഞ്ഞില്ല, അത് സാരമില്ല മോനെ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചിട്ട്. പക്ഷെ ഞാൻ വീണ്ടും അവിടെ വന്ന പഴയ ജോലി തന്നെയാണ് ഞാൻ ഇരുന്നത്. അപ്പൊ ഇത്രയും വലിയ അപമാനങ്ങളാണ് നമുക്ക് ആ സ്ഥലത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കേൾക്കുന്നു പല സ്ഥലത്തും ആൾക്കാർ പറയുന്നു, ആശയം മാതൃമണ്ഡലത്തിൽ നിന്ന് മാറ്റി, കണ്ടില്ലേ അവിടെ ആശയം ഒതുക്കി അവിടെ ഇരുത്തി. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പരമ്പരയിലുള്ളവർക്ക് അറിയായിരിക്കും. കാരണം നമ്മൾ ആശ്രമത്തിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ആശയം പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു രീതിയിൽ നിന്ന് നമ്മളങ്ങ് പെട്ടെന്ന് നമ്മൾ തറയിൽ വീഴുന്ന പോലെയാണ്. അപ്പോൾ തറയിൽ വീണ് കഴിയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും, എൻ്റെ മോൻ പറഞ്ഞല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ അപ്പോഴും പക്ഷെ എന്തുകൊണ്ടോ വേണമെങ്കിൽ ശിഷ്യപൂജിതയാണ് എനിക്ക് തോന്നിക്കൂടെ. ഇപ്പം അന്ന് അഭിവന്ദ്യ ആദരണീയ ഗുരുരത്ന സ്വാമി ഇവിടെ ഏറ്റവും ഹെഡായിട്ട് ഇരിക്കുകയാണല്ലോ. സ്വാമിയെ വെച്ചിരിക്കുന്നത് ആരാണ്? അഭിവന്ദ്യ ശിഷ്യപൂജിതയാണ്. അപ്പൊ എനിക്ക് തോന്നാം അപ്പൊ ശിഷ്യപൂജിതയ്ക്ക് വേണമെങ്കിൽ ഇടപെട്ടൂടെ, എന്നെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ട് എനിക്ക് തിരിച്ചാ പോസ്റ്റ് തന്നൂടെ അന്നൊക്കെ എനിക്ക് തോന്നാം. അല്ലെങ്കിൽ സ്കൂളിൽ അവളെ എടുക്കണമെന്നൊന്നും ഉറപ്പിച്ചാരും പറയുന്നില്ലല്ലോ, എല്ലാവരും ഇങ്ങനെ പറഞ്ഞങ്ങ് വിടുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അന്തം വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അന്ന് പ്രവർത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇഗ്നോയെ കുറിച്ചുള്ള പത്രത്തിൽ വന്നപ്പോഴാണ്, പത്രത്തിൽ ഇങ്ങനെ അതിന്റെ ഒരു വാലിഡിറ്റിയെ കുറിച്ചൊക്കെ ഇതുപോലെ ആൾക്കാർ പറഞ്ഞു. അത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ദിവസം എന്നെ പെട്ടെന്ന് സ്കൂളിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്കൂളിൽ ജോയിൻ ചെയ്തു.
വീണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഗുരുവിന്റെ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ ശിഷ്യബുദ്ധ എൻ്റെ അടുത്ത് പറയുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ മോൻ സഹിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. അവിടെ ചെന്ന് നീ സഹിഷ്ണുത വേണം, അത് പഠിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പോഴേ ഗുരു എന്തോ തീരുമാനിച്ചുറച്ചാണ് എന്നെ അവിടെ വിട്ടിട്ട് എല്ലാവരും കൂടെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ അതൊക്കെ സഹിച്ച് പഠിച്ച് വരട്ടെ എന്ന് ഗുരു വിചാരിച്ച് കാണുമെന്ന് എനിക്ക് പിന്നീട് തോന്നി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഇംഗ്ലീഷാണ് എൻ്റെ സബ്ജക്റ്റ്, അത് തരില്ല. ആദ്യം തന്നെ കല്ലുകടി. അപ്പൊ എനിക്ക് ഇംഗ്ലീഷാണ് പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഗുരു ഇംഗ്ലീഷ് പഠിപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്, തരില്ല. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് തരണം എന്ന് പറഞ്ഞ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരടുത്തും പോയി ചോദിക്കുമ്പോൾ അവരാരും തരില്ല. അവർ പറയില്ല മറ്റേ ഈ സബ്ജക്റ്റേ പറ്റും. അന്ന് ഞാനത് അഭിമന്യ ശിശുപൂജ ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതുപോലെ അത് അവർ ഓഫീസിലുള്ളവരെ തീരുമാനിക്കുന്നത്, ഞാൻ അതിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ എനിക്ക് അപ്പം തോന്നിക്കൂടെ വിരോധം. പക്ഷെ അപ്പൊ പിന്നെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തോ ഭാഗ്യത്തെ എനിക്ക് എന്തോ അങ്ങനെ തോന്നിയില്ല. ഗുരുവിന്റെ ഒരു സ്നേഹം കൊണ്ട് ഗുരു എനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ ഗുരു അല്ലേ പറയുന്നത് അതുപോലെ ഞാൻ തിരിച്ചു പോകും. പിന്നീട് ഇതേപോലെ ഒരു ദിവസം അവിടെ ഇംഗ്ലീഷിന് ടീച്ചറെ അവിടെ ഇല്ലാതെ വന്നൊരു സമയത്ത് പെട്ടെന്ന് എന്നെ എടുത്ത് പറഞ്ഞു, അന്ന് ആശ ഒന്ന് 10th ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അപ്പൊ അവസാനം എനിക്ക് ഇംഗ്ലീഷൊക്കെ കിട്ടി. അങ്ങനെ ഇംഗ്ലീഷും കിട്ടി. ഞാൻ 10th ക്ലാസ്സിൽ 10th ക്ലാസ്സിന്റെ വാതിൽ ചെന്നപ്പോൾ അപ്പോഴത്തെ പ്രിൻസിപ്പൾ ഓടി വന്നു, നിങ്ങൾ ക്ലാസ്സിൽ കയറണ്ട, എങ്ങനെ ഇറങ്ങും. ഞെട്ടി പിള്ളേരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപമാനം എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റ അപമാനമാണ്. നിങ്ങളിങ്ങ് ഇറങ്ങുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഓഫീസ് റൂമിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ക്ലാസ്സിൽ ഇപ്പോൾ പോകണ്ട. എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെയോ നിങ്ങളുടെ കാര്യമൊക്കെ നമുക്കറിയാം എന്ന് പറയലും ഞാൻ പിന്നെ അവിടെ വീണ്ടും കരയുന്നു, ബഹളം, അത്രയും അപമാനിക്കണം. പിന്നെ ഞാൻ പോയിരുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ വീണ്ടും അവിടെ പോയി അപ്പം സ്വാമി അറിഞ്ഞ് വിളിക്കുന്നുണ്ട്. സ്വാമി പറഞ്ഞു, അപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം ശിഷ്യപൂജയ്ക്ക് പറഞ്ഞുകൂടെ അവളെ ഇങ്ങനെ ചെയ്യണം. പക്ഷെ ആരും പറയുന്നില്ല. വീണ്ടും ഞാൻ പഴയ ക്ലാസ്സിൽ തന്നെയാണ് അവിടെ പോയിരിക്കുന്നത്. പിന്നീട് ഇതുപോലെ ഒരിക്കൽ CBSE ലിസ്റ്റില്. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ സമയത്ത് ആശ എന്നോട് ഈ വിഷയങ്ങളൊക്കെ ഫോണിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, നിങ്ങളെ 10th ക്ലാസ്സിൽ നിന്ന് മാറ്റുന്നെങ്കിൽ നിങ്ങൾ മാറ്റട്ടെ, നിങ്ങൾക്ക് 1ാം ക്ലാസ് തരുന്നെങ്കിൽ 1ാം ക്ലാസ് തരട്ടെ. അങ്ങനെ എന്ത് കാര്യവും സംഭവിക്കുമ്പോൾ അത് സ്വീകരിക്കാനാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആശയ്ക്ക് അത് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയില്ല. കാര്യം പൊതുവേ എല്ലാവർക്കും അതങ്ങനെ എല്ലാം വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം വിട്ടുകൊടുക്കും. അപ്പോൾ ഈ വിട്ടുകൊടുക്കാൻ പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്. ഈ പൊതുവേ എല്ലാവർക്കും അത് മനസ്സിലാവില്ല. കാര്യം വിട്ടുകൊടുക്കാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം പോകുന്നതല്ല. നമ്മളിങ്ങനെ വിടുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും പ്രകൃതിയുടെ ഈ പ്രവർത്തനം ഇല്ലാതാവുകയാണ്. നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണം. ഈ സംഭവിച്ച ഈ കർമ്മത്തെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. അത് ഡിസോൾവ് ആയി പോവുകയും നമുക്ക് വേണ്ടത് നമ്മളെ തേടി വരും എന്നുള്ളതാണ് ആധ്യാത്മിക പാഠം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ ആശ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ആരുടെയും കുഴപ്പം കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല. ഇത് മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഒരു ആശ്രമത്തിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ ലോകത്തിൽ, നമ്മുടെ മാനസിക ലോകത്തിൽ നമുക്കുണ്ടാകുന്ന ചില കണക്ക് തീർക്കലുകളാണ്. ഇത് നമ്മളെ പഠിപ്പിക്കലാണ്, നമ്മളെ പരിവർത്തനപ്പെടുത്തലാണ്. അപ്പോൾ ഈ ഒരു പരിവർത്തനത്തിൽ നമ്മൾ വില്ലിങ് ആയി നമ്മൾ ഈ ലോകത്തിൽ കാര്യങ്ങൾ പിടിച്ചടക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡുമായിട്ടല്ല ആശ്രമങ്ങളിൽ വരേണ്ടത്. ഇപ്പോൾ ആശ്രമത്തിൽ ഞാൻ ആശയോടൊക്കെ അന്ന് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം കളഞ്ഞിട്ട് ആ ദൈവത്തിൻ്റെ ധാമത്തിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ആശ്രമത്തിൽ വന്നത്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ കിടന്ന അധികാരവും പേരും പ്രശസ്തിയും അതിൻ്റെ പുറകെ പോകാതെ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണോ ആ രീതിയിൽ പോകാം ആശ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം കളയണമെന്നല്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമ്മളിൽ പ്രകൃതിക്കുള്ള വർക്ക് ഫിനിഷായി, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ പ്രകൃതി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുമെന്നുള്ള ഒരു സീക്രട്ടാണത്. അപ്പം ഞാൻ ആശയ്ക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ ആശയ്ക്ക് അത്രത്തോളം അത് എടുക്കാൻ അന്ന് കഴിഞ്ഞില്ല. പക്ഷേ പടിപടിയായിട്ട് ആശ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് പടിപടിയായിട്ട് ഇപ്പോൾ ഇതിലേക്ക് വന്നു. അപ്പോൾ ആശ അന്ന് തന്നെ ആശയ്ക്ക് അത് ഞാൻ പറയുമ്പോൾ എന്താണ് അതിൽ മനസ്സിലായത്, അതായത് ഇപ്പോൾ ആശ ന്യായത്തിന് വേണ്ടിയാണല്ലോ വാദിക്കുന്നത്. അപ്പോൾ എന്താണ് ആശയ്ക്ക് മനസ്സിലായത്? അപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ, അതുപോലെ CBSE ഒരു ലിസ്റ്റിൽ ടീച്ചേഴ്സിന്റെ പേരെടുക്കുക. അത് എനിക്ക് ശേഷം വന്നവരെ CBSE ലിസ്റ്റിൽ എടുക്കും. അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നത്. അയ്യോ, ഇത് എന്നെ വീണ്ടും അവഗണിച്ചു, അങ്ങനെ കരഞ്ഞു വിളിച്ച് ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ അത് ചിലപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ ഗുരു ഇടയ്ക്കൊന്ന് ഇടപെടും. വളയ്ക്കുമ്പോൾ ഗുരു ഓടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന പോലെ. അപ്പൊ എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ആരോ ഇത് കണ്ടു, എന്തായാലും അപ്പൊ തന്നെ അതിനൊരു ആക്ഷൻ ഉണ്ടായി, എൻ്റെ പേരും കൂടെ അതിനകത്ത് ചേർത്തിട്ടേ ഈ ലിസ്റ്റ് പോവുള്ളൂ എന്ന് ആ ഒരു കറക്റ്റ് സമയത്ത് ഒരു ഇന്റർവെൻഷൻ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു സമയം ഉണ്ടായി. പിന്നീട് എനിക്ക് നെറ്റ് കിട്ടി UGCയുടെ നെറ്റ് കിട്ടി വരുന്ന ഒരു ടീച്ചറിനെ ആ സ്കൂളിൽ എന്താ ചെയ്യേണ്ടത്, ഒരു പ്രൊമോഷനാണോ കൊടുക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് 10th ഞാൻ ക്ലാസ് ടീച്ചറാണ്. അന്ന് ചെയ്തത് എന്നെക്കാളും ജൂനിയർ ആയിട്ട് വന്ന സാറിന് 10th കൊടുത്തിട്ട് എന്നെ 9th അങ്ങ് ആക്കി.
അത് ഒരു സ്ഥലത്തും ആരും ചെയ്യുന്നതല്ല. പക്ഷെ അന്ന് ഞാൻ ഇതുപോലെ ഇപ്പൊ ശ്രീജിത്തിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ 10th നിന്ന് 9th മാറ്റുവാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീജിത്ത് പറഞ്ഞു, അത് അപ്പോഴാണ് പറഞ്ഞത്, അന്ന് 1ാം ക്ലാസ്സിൽ മാറ്റി അവിടെ ഇരിക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യണം. കാരണം ഗുരു എത്രയോ ത്യാഗപ്പെട്ടല്ലേ, ഗുരു കഷ്ടപ്പെട്ടു വന്ന ആശയ്ക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ട് നമ്മളെ തോറ്റു കൊടുക്കാനും നമ്മൾ എന്തിനും എല്ലാം നേടാൻ നടക്കുന്നു. അതുവരെ എൻ്റെ വിചാരം ഈ ന്യായത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാദിക്കണം, പറയണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചാലല്ലേ നമ്മൾ വേറെ ആരും വരില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ അന്യായം കാണുമ്പോൾ ഞാനത് സംസാരിക്കുമ്പോൾ നമ്മളൊരു പ്രശ്നക്കാരിയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അപ്പൊ ശ്രീ പറഞ്ഞു, ഇത് ആശ ഇവിടെ വിജയിക്കണം, ആശ ഇത് ചെന്ന് പരാതി പറയുമെന്ന് അവർക്കറിയാം. അത് പരാതി പറയാൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതൊരു കോമാളിയാവാനും അവനവന്റെ ഈ ഇതിന് കളയാനുമാണ്. അപ്പം ഇത് ആശ ഒരു കാര്യം ചെയ്യണം, ഇത് സന്തോഷത്തോടെ ഈ 9ാം ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിക്കണം, നെറ്റ് കിട്ടി വന്നിട്ടുള്ള എൻ്റെ കോളേജിൽ പോകാൻ എനിക്ക് അനുവാദമില്ല. അപ്പൊ ഞാൻ പോവാതിരിക്കുകയാണ്, നമ്മുടെ സ്കൂളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു കാര്യം ഒന്ന് ആലോചിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഞാൻ അങ്ങനെ, അപ്പൊ ശ്രീയുടെ ആ ഒരു ഉപദേശം കൊണ്ട് ഞാൻ അപ്രാവശ്യം എന്ത് ചെയ്തു, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ സന്തോഷമായിട്ട് 9ാം ക്ലാസ്സിൽ. പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് ചെയ്ത ആള് ആ മീറ്റിംഗിൽ ഇരുന്ന് എൻ്റെ അടുത്ത് എന്താ ടീച്ചറിന് വിഷമം, ആശ ടീച്ചർ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് എടുത്തെടുത്ത് മീറ്റിംഗിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് പ്രതികരിക്കാത്ത കണ്ടിട്ട് അവർക്ക് അത്ഭുതം തോന്നിയിട്ടാണ്. ഞാൻ പറയാ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചു. അന്ന് മുതലാണ് ഞാൻ സ്കൂളിൽ പിന്നെ ഞാൻ എന്താവർ ചെയ്താലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് ശ്രീ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനായിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് റിബൽ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഗുരു ശിഷ്യപൂജത്തെ പോലും ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ അവരെ വിളിച്ച് പറഞ്ഞാൽ പോരെ എന്നൊക്കെ എനിക്ക് ചിന്തിച്ചൂടെ. അതിൽ ഇനി ഗുരുവാണി അവിടെ വായിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച ശിഷ്യപൂജിത ആശ, ഞാൻ രാവിലെ അസംബ്ലിയിൽ ഗുരുവാണി വായിക്കും. അങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു ദിവസം ചെല്ലുമ്പോൾ അന്നത്തെ പ്രിൻസിപ്പൾ ഇനി ഞാൻ വായിക്കേണ്ട എന്ന് വേറൊരു സാറാ പറയുന്നത്, ടീച്ചർ വായിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വേറെ, അപ്പം ഇതൊക്കെ എന്തൊരു ഇൻസൾട്ട് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുപോലെ ഓരോ സമയത്തും, അതുപോലെ അവിടെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആങ്കർ ഒരു ദിവസം ലിസ്റ്റിൽ എൻ്റെ പേര് ഇടുന്നില്ല. ഇപ്പം പുറത്തുള്ളവരൊക്കെ വന്നു, എന്താ ആശ ടീച്ചറിന് ഇടാത്ത എന്താണ്, അപ്പൊ എന്താന്ന് എനിക്കും അറിയില്ല. അതുപോലെ ഒരു മെന്റർ വന്ന് നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്തു പുറത്തുനിന്നുള്ളത്. അവര് എന്നെ കാണുമ്പോഴത്തേക്കും അവർ എൻ്റെ പേരെ പല സ്ഥലത്തും ഒക്കെ പറയുമ്പോൾ അവസാനം അവർ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന്, ടീച്ചർ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവിടെ എന്താ ടീച്ചറിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവർ വേണ്ട എന്നുള്ള പറയുന്നത്, അതെന്താണ് ആശ ടീച്ചർ, എന്താണ് പ്രശ്നം എന്ന് എൻ്റെ അടുത്ത് അവർ ചോദിക്കും. ഞാൻ എൻ്റെ ഈ ഫാമിലി പ്രോബ്ലം എല്ലാം കാരണം എന്നെ ഇങ്ങനെ ഇട്ട് തട്ടുവാണ്, നിങ്ങളൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ. കാരണം എനിക്കൊരു വോയിസ് പോലും ഇല്ലാത്ത രീതിയിൽ നമ്മളെ ആ ഇൻസൾട്ട് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്രയും അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ ഒരു സ്കൂളിൽ നിന്ന് ഉണ്ടാവുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ശിഷ്യഭൂതരുടെ അടുത്ത് പോയി പറയാം, അല്ലെങ്കിൽ ഞാൻ ശിഷ്യഭൂതരുടെ അടുത്ത് പരാതി പറയാതെ, കാരണം ശ്രീജിത്ത് പറഞ്ഞു തരും എൻ്റെ അടുത്ത്, അത് പരാതി പറയരുത്, ഇത് സഹിക്കണം. നമുക്ക് എന്താണോ അങ്ങനെ അപമാനിക്കപ്പെടണമെങ്കിൽ ആ അപമാനം സ്വീകരിക്കണം. അങ്ങനെ ഇപ്പൊ എനിക്കൊരു സ്വഭാവം ഉണ്ടല്ലോ എല്ലായിടത്തും തൻ്റെ ഇടത്തോടെ, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ, അപ്പൊ ഗുരു അതൊന്നും മാറ്റാൻ തന്നെ ആയിരിക്കും. അത് എൻ്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അവിടെ ചെന്നിട്ട് എല്ലാവരും പറഞ്ഞാൽ അനുസരിച്ച് അങ്ങ് മറ്റേത് വേദിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഓഡിയൻസിന്റെ ഇടയിൽ പുറകിലിരുന്ന് കേട്ട് അവിടെ ഇരിക്കണം, അവർ അപമാനിക്കുമ്പോൾ അത് കേൾക്കണം. അപ്പൊ എല്ലാവരും പല ടീച്ചേഴ്സിനും ചോദിക്കും, എന്താ ടീച്ചറിനെ ഇങ്ങനെ ഒതുക്കിയെന്ന് എല്ലാവർക്കും സംശയമാണ്. അപ്പൊ ഞാൻ എന്ത് പറയും, ഞാൻ എവിടെ തുടങ്ങും എവിടെ അവസാനിപ്പിക്കും. അപ്പൊ ഇതൊക്കെ ഒരു ആശ്രമ പരിചയം എന്നുള്ള രീതിയിൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഗുരു എന്നെ സ്കൂളിൽ അയക്കുമ്പോൾ ഗുരു പറഞ്ഞതെന്ന് വെച്ചാൽ, ഉച്ചവരെ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് ആശ്രമത്തിൽ വരുന്ന പ്രാർത്ഥനയും അന്ന് ശിഷ്യപൂജിതയെ കാണണം, അങ്ങനെ സ്കൂൾ ആശ്രമത്തിലെ കാര്യങ്ങൾ ജനങ്ങളോട് സംസാരിക്കാനൊക്കെ ഉള്ള ജോലിയായിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉച്ചവരെയാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അത് എല്ലാ വർഷവും ഓരോ പ്രിൻസിപ്പൽമാരും മാറി വരുമ്പോഴും ഇതൊരു ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം അത് വൈകുന്നേരം വരെ ഇരിക്കണം, ഇല്ലെങ്കിൽ എന്നെ 7ാം ക്ലാസ്സിലാക്കുമെന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഗുരു പറഞ്ഞു. അപ്പൊ ഗുരു അന്ന് അങ്ങനെ പറഞ്ഞു, പക്ഷെ ഇപ്പൊ അതാണോ, അത് ഞങ്ങൾ ഗുരുവിനോട് പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ ഗുരുവിനോട് പറയും. അപ്പൊ അവര് ചെന്ന് ഗുരുവിനോട് പറയുമ്പോൾ അന്ന് പക്ഷെ ഈ കാര്യം വരുമ്പോൾ ശിഷ്യഭൂത പറയാത്, അവളെ അത് ഗുരു പറഞ്ഞിട്ടുള്ള അതുപോലെ ശിഷ്യഭൂത അവിടെ ഇടപെടുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ചെറിയ ക്ലാസ്സിലേക്ക് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ 10ഉം 8ഉം തരാൻ പറ്റില്ല, അപ്പൊ 7ാം ക്ലാസ്സിലേ തരാൻ പറ്റൂ, അങ്ങനെയാണെങ്കിൽ അത്. അപ്പോൾ ആശ ഇനിയിപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ പറയണ്ട. ഇപ്പൊ കൂടുതൽ നമുക്കിപ്പോൾ ഇതാണ് കാര്യം. അപ്പൊ ഇതൊന്നും ആരുടെയും, ഇതൊക്കെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ്. പക്ഷെ ഈ പ്രശ്നങ്ങളാണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആ സമയത്ത് ഇതൊക്കെയാണ് ആൾക്ക് നമ്മുടെ ഉള്ളിൽ സഹിക്കാൻ പറ്റാതെ
വരുന്നത് അല്ല, അപ്പൊ ഞാൻ പറയുന്നത് ഇതേപോലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ് ഈ പറയുന്ന പല വ്യക്തികൾക്കും വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. പിന്നെ ഇനി ജീവിതത്തിൽ സംഭവിച്ചേക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നഷ്ടങ്ങളെക്കുറിച്ച് വിഷമങ്ങളെക്കുറിച്ച് അതൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അതൊക്കെ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞതിനെ മറക്കണം എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അനുഭവിച്ചത്, അനുഭവിച്ചത് നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അത് ആർക്കും ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ലോകത്തിൽ ഒരു ഗുരുവിനോ ഒരു ദൈവത്തിനോ ഒരു ശക്തിക്കോ ഒരു കർമ്മവും അനുഭവിക്കാൻ പാടില്ലാത്ത ആരെ അനുഭവിപ്പിക്കാൻ പറ്റില്ല. കർമ്മം അവനവൻ്റെ കർമ്മഗതിയാണ്, തലയിലെഴുത്താണ്. അപ്പോൾ നമ്മൾ അനുഭവിച്ചേക്കുന്ന എന്തിനു നമ്മൾ പറയണം? ഇനി നമ്മുടെ പേഴ്സണലായിട്ടുള്ള ദുഃഖങ്ങളോ നിരാശകളോ എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയില്ല. പിന്നെ ഇപ്പോൾ ഈ കൊച്ചു കൊച്ചു ആശ്രമങ്ങളിൽ നിന്നൊക്കെ നേരിട്ട വിഷമ ആശയെക്കുറിച്ച് ഞാൻ പറയിച്ചത്, കാര്യം ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളിലാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ ആശയെ സംബന്ധിച്ച് എപ്പോഴും ആശയ പറയും ന്യായം, നമ്മൾ ന്യായമല്ലേ എന്ന് പറഞ്ഞാണ് ആശ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയും ന്യായം, അപ്പം ഞാൻ പറയും ന്യായത്തിനെ കുറിച്ചല്ല, നമ്മുടെ ന്യായത്തിനെ കുറിച്ചല്ല, കളക്റ്റീവായിട്ടുള്ള നന്മയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ കളക്റ്റീവായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ന്യായം സാക്രിഫൈസ് ചെയ്യാനും നമ്മൾ തയ്യാറാവണം. അതാണ് യഥാർത്ഥം. അതെനിക്ക് ശ്രീജിത്താണ് പഠിപ്പിച്ചു തന്നത്. കാരണം വഴക്ക് കൂടരുത്, വഴക്ക് കൂടി ഒന്നും നേടണ്ട, കിട്ടുന്നത് മതി, ഇതിന് ആശ പഠിച്ചേ പറ്റൂ. അപ്പൊ ന്യായം പറഞ്ഞുള്ള ഈ തർക്കവും ബഹളവും എന്ന് പറഞ്ഞ് നമ്മളൊരു ബഹളവും വെക്കില്ല, വഴക്കൂടൂല എന്നല്ല. അതാത് സാഹചര്യങ്ങളിൽ ഞാനും വഴക്കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ വളരെ ന്യായമായിട്ട് എനിക്ക് തോന്നിയ ഒരു ആവശ്യത്തിന് ഒരു സ്കൂളിൽ ചെന്ന്, ഇപ്പോൾ ആശയും ശ്രീജയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്കൂളിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ആ പ്രിൻസിപ്പലുമായിട്ടൊക്കെ അന്നത്തെ കാലത്ത് നല്ല രീതിയിൽ ഞാനും വഴക്ക് പറയുന്നു, അദ്ദേഹവും വഴക്കൂടി, വളരെയധികം വഴക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ സാഹചര്യമാണ്. കാര്യം നമ്മൾ ന്യായത്തിനെ നമ്മൾ ചോദിച്ചു, പക്ഷേ ആ ന്യായമായ കാര്യം അന്യായമായ ചില വർത്തമാനങ്ങളിലൂടെ സംഭവിക്കുമ്പോൾ, എതിർക്കുമ്പോൾ നമ്മൾ അവിടെ തർക്കിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തർക്കിക്കുമ്പോൾ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ ഉടനെ അതിനെല്ലാം ആശ്രമത്തിനെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. കാര്യം എനിക്കറിയാം അത് വ്യക്തിഗതമായ ഒരു വ്യക്തിയിലൂടെ സംഭവിച്ചാണ്, അല്ലാതെ ആശ്രമത്തിലോ ഗുരുവോ ആരും ചെയ്യുന്നൊന്നുമല്ല. പിന്നെ എനിക്കറിയാം ഇതേപോലുള്ളൊരു ആശ്രമത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കർമ്മഗതികളൊക്കെ ഇളകി പോകുന്ന സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാനെടുത്ത തീരുമാനം, കാരണം എന്നെ ഇത്രയും അപമാനിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ശ്രീജയും ആശയും തീരുമാനിച്ചു അവരിനി ആ സ്കൂളിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഗുരുവിനെ അത് അറിയിച്ചു. കാര്യം നമ്മളൊരിക്കലും ഈ ഗുരുവിശ്വാസം വിട്ടുപോവുകയോ ശിഷ്യഭൂതയെ കളഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ ആശ്രമ സ്വഭാവത്തെ എതിർക്കുകയോ ഒന്നും ചെയ്യില്ല. നമ്മൾ ഇന്ന സ്ഥാപനത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നു, കാരണം അവിടുത്തെ ആൾ നമ്മളെ ഈ രീതിയിൽ പെരുമാറി. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് നമ്മൾ ആവശ്യപ്പെട്ട ന്യായമായ കാര്യം സാധിച്ചു തരാമായിരുന്നു. അതിന് പകരം പിന്നെ വളരെ ബാലിശമായിട്ടുള്ള തർക്കത്തിൽ നമ്മളെ തർക്കിച്ച് തോപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് അവിടെ നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ ഗുരു നേരിട്ട് ഇടപെട്ട് അവിടുത്തെ ആ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇതുപോലുള്ള ഓരോ കാര്യത്തിനും വേണമെങ്കിൽ നമുക്കും പല പല കുറ്റങ്ങളും കുറ്റാരോപണങ്ങളും ഉന്നയിക്കും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലൊക്കെ ഉള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് ഒറ്റപ്പെടുത്തലുകളോ വിഷമങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കും പല രീതിയിൽ മാറി നിന്ന് കുറ്റം പറയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സഹിക്കേണ്ടതാണ്, നമ്മൾ പരിവർത്തനപ്പെടേണ്ടതാണ്. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ ലോകത്തിൽ മറ്റെല്ലാം കളഞ്ഞിട്ട് ആശ്രമ സ്വഭാവത്തിൽ വരുമ്പോൾ ഇതൊരു പരിവർത്തനത്തിനുള്ള സ്ഥലമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. കാര്യം നമ്മൾ ഇതെല്ലാം തയ്യാറായിട്ട് വേണം ഒരു ആശ്രമ സ്വഭാവത്തിലേക്ക് വരാൻ. പിന്നെ ജീവിതത്തിലെ ദുഃഖങ്ങളും ഇതെല്ലാം ഇങ്ങനെ ഒരു സമ്പൂർണ്ണമായ ഒരു പരിവർത്തനം വരേണ്ടതുണ്ട്. അപ്പം ഈ ദുഃഖങ്ങളും വിഷമങ്ങളും പറയുമ്പോൾ എല്ലാവരും പേടിച്ചു പോകാനല്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ കർമ്മഗതികളായിട്ട് വന്നിരിക്കുന്ന എല്ലാത്തിനെയും മാറ്റി ദൈവത്തിൻ്റെ ജീവിതത്തിലേക്ക്, പുതിയ ധർമ്മത്തിലേക്ക് എല്ലാ നന്മയും തരണമെങ്കിൽ നമ്മളൊരു പഴയതിനെ കളഞ്ഞിട്ട് വേണം ശുദ്ധമാകാൻ. അപ്പം ഈ ഒരു പ്രോസസ്സ് വില്ലിങ് ആവണം എന്നുള്ളതാണ്. നമുക്ക് ഗുരു എല്ലാ നന്മയും ഐശ്വര്യവും സമ്പത്തും സൗഭാഗ്യങ്ങളും ദൈവികമായിട്ട് നമുക്ക് വരും. പക്ഷേ അത് വരണമെങ്കിൽ നമ്മൾ ഈ പഴയതിനെ എല്ലാം കളഞ്ഞ് പരിശുദ്ധമായി ഒരു പുതിയ ജീവിത ധർമ്മത്തിലേക്ക് പരിവർത്തനപ്പെട്ട എളിമയുള്ള സ്നേഹമുള്ള ഒരു മനുഷ്യനായി മാറണമെന്നുള്ളതാണ്. അപ്പോൾ ആ മാറ്റത്തിലേക്കാണ് ഈ പരിവർത്തനം. ഇവിടെ ഈ നമുക്ക് നേരിട്ട പ്രശ്നങ്ങളൊന്നും ഇവിടെയുള്ള മറ്റു വ്യക്തികളുടെ പ്രശ്നം കൊണ്ടല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും കൂടിയാണ് നമുക്കത് ഉണ്ടായത്. നമ്മൾ നേരിട്ട ഒറ്റപ്പെടുത്തലുകൾക്കെല്ലാം നമ്മളും കാരണമാണ്. നമ്മൾ പിന്തിരിഞ്ഞ് നിന്നതുകൊണ്ടാണ് നമുക്ക് പലതും നഷ്ടപ്പെട്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടല്ല. അപ്പോൾ ഇപ്പോഴും ഞാനും ആശയും ഒക്കെ പോകുമ്പോൾ നമ്മൾ ആശ്രമത്തിൽ തൂക്കാനും തുടയ്ക്കാനും കൊച്ചു കൊച്ചു കർമ്മങ്ങൾ ചെയ്യാൻ മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത്. അതുപോലും ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ? അത് ഈ എളിമയായിട്ട് ചുമ്മാ പറയുന്നതല്ല. ഇത്രയും മഹനീയമായ ഒരു ദൈവികമായ ഒരു സന്നിധിയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോലുള്ള യോഗ്യതയുണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ ചെയ്യുന്നത്. അല്ലാതെ നമുക്കും ഈ പറഞ്ഞ പോലെ പല പല സ്ഥാനങ്ങളും അല്ലെങ്കിൽ മറ്റു പല ഉദ്ദേശങ്ങളും ആശ്രമത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ
ഒരുപക്ഷെ നമുക്കും പല രീതിയിൽ റിബല്യസ് ആകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആർക്കും നമുക്ക് ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ വന്നിട്ട് നമുക്ക് മറ്റ് പല ഉദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആശ്രമത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് മാത്രമല്ല, പണ്ടേ ഗുരുവിൻ്റെ കാലഘട്ടത്തിലും ഓരോ 10 വർഷങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരുന്നവർ പൊയ്ക്കൊണ്ടേയിരുന്നു. കുറേ പേര് വരും, പുതിയ ആൾക്കാർ വരും, പോവും. അപ്പോൾ അന്നത്തെ കാലത്ത് പോകുന്നവരൊന്നും ഒന്നും പറയുന്നില്ല, കാരണം അവർക്ക് ഇതിനോട് യോജിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർ കളഞ്ഞിട്ട് പോകും. അപ്പോൾ ഗുരു അതിനെക്കുറിച്ച് പറഞ്ഞത് പഴയ കാര്യങ്ങളെല്ലാം വിട്ട് പുതിയൊരു പരിവർത്തനത്തിലേക്ക് വരാനുള്ള ഒരു അതിൻ്റെ ഒരു ബ്രിമ്മിലെത്തുമ്പോൾ പലരും കളഞ്ഞിട്ട് പോകും. ആൾക്കാർക്ക് ഇത് നന്മയിലേക്ക് എത്തുന്ന ടൈം കളഞ്ഞിട്ട് പോകും. നമ്മൾ വിട്ടുകളയും. ആ ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പലരും കളഞ്ഞിട്ട് പോകുമെന്ന് ഗുരു അന്നേ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്തും സംഭവിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് പിന്നെ ഇങ്ങനെ തിരിഞ്ഞു വരും, അത് പിന്നെ വേറെ കാര്യം. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതേപോലെ രണ്ടാമത്തെ ഒരു ഗുരുസ്ഥാനത്തിന്റെ ഇപ്പോൾ ഒരു കുറ്റം പറയാൻ ഒരു കാരണമില്ല. മറ്റേ അന്നെന്ന് പറയുമ്പോൾ കുറ്റം പറയാൻ ഒരു കാരണം ഇല്ല അന്ന്. പക്ഷെ ഇന്ന് കുറ്റം പറയാനായിട്ട് നമുക്കൊരു കാരണം, അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് നമുക്ക് കുറ്റം പറയാൻ ഒരു കാരണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് സംഭവിക്കുമ്പോഴും അതിൽ ശിഷ്യഭൂതയാണ് എൻ്റെ മനസ്സ് കാണിച്ചു തരുന്നത്. കാരണം എൻ്റെ എന്ത് ദുഃഖവും വരുമ്പോൾ എൻ്റെ മനസ്സ് ശിഷ്യഭൂത ഇവിടെ ഉണ്ടായിട്ട് ശിഷ്യഭൂത ഇത് കണ്ടില്ലേ, എന്നെ ശിഷ്യഭൂത രക്ഷിച്ചില്ലേ എന്നുള്ളതാണ്. അതായത് ഗുരുവിൻ്റെ പോലും മേലല്ല എൻ്റെ മനസ്സ് ചൂണ്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗുരുമാർഗത്തിൽ ഫിസിക്കലായിട്ട് ഗുരു വേണമെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഗുരുവിനെ നമ്മൾ ദൈവ തുല്യമാക്കി വെച്ച് ഗുരു നമ്മളെ എപ്പോഴും സ്നേഹിക്കുന്നതായിട്ടാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാവന. അത് എല്ലാ ദേവീ ദേവന്മാരും കേട്ടിട്ടില്ലേ പരീക്ഷണങ്ങൾ. ഇപ്പൊ എല്ലാ ദേവീ ദേവ സ്വഭാവത്തിലും ഒക്കെ നമ്മൾ ദൈവത്തിനെ കുറിച്ച് ആരും പരാതി പറയാറില്ല. ഇപ്പൊ അമ്പലങ്ങളിലും മറ്റ് ചർച്ചിലും ഒക്കെ പോകുന്നവർക്ക് എന്ത് വിഷമം വന്നാലും ആരും ദൈവത്തെ പരാതി പറയാറില്ല. പക്ഷെ ആശ്രമത്തിൽ ഒരു ഗുരുമാർഗത്തിൽ ഒരു മനുഷ്യരൂപത്തിൽ ഗുരു ഉണ്ടെങ്കിൽ നമുക്ക് പരാതി എത്രയും ഗുരുവിനാണ്. ആശ്രമത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യം നടക്കാറുള്ളൂ. മറ്റൊരു ആരാധനാ സ്വഭാവത്തിലുള്ള ആരുടെ എന്ത് വിഷമം വന്നാലും ആരും ഒരു പരാതിയും പറയാറില്ല ദൈവത്തിന്. അപ്പൊ ഇവിടെയും ഗുരുവിനെ ആരും ഒരു പരാതിയും പറയാറില്ല, ഞാനും പറയാറില്ല എൻ്റെ വിഷമം. അപ്പം എനിക്ക് എന്ത് വിഷമം വന്നാലും എൻ്റെ മനസ്സ് ആദ്യം ചൂണ്ടുന്ന ശിഷ്യഭൂത ഒന്നും ചെയ്തില്ലേ, ശിഷ്യഭൂത കണ്ടില്ലേ. ഈവൻ നമ്മൾ ഇത്രയും ഗുരുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ശിഷ്യഭൂതയുടെ ഒരു മൈൻഡ് ആയിരുന്ന ഒന്ന് നമ്മളെ മറ്റൊരു രീതിയിൽ നോക്കിയ വരെ നമുക്ക് വിഷമമാണ്. അതായത് ലോകത്തിൽ എന്നെ ഏറ്റവും അധികം വിഷമിച്ചിട്ടുള്ളത് ശിഷ്യഭൂതയാണ്. എന്നെ പേഴ്സണലി അത് ശിഷ്യഭൂത മനഃപൂർവ്വം ചെയ്തതല്ല, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കുണ്ടാകുന്ന ഫീലിംഗ് ആണത് പല രീതിയിലും. കാര്യം മറ്റാർക്കും എന്നെ അങ്ങനെ വിഷമിപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സംഭവിക്കുന്നതൊക്കെ അങ്ങ് കളയും, ചില വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളങ്ങ് കളയും. പക്ഷെ ഗുരുവിനെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ വേദനിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ വരുന്നു. അപ്പോൾ ഈ വിഷമങ്ങൾ വരുന്നത് ഗുരു ഒന്നും ചെയ്യുന്നതല്ല. അപ്പം ഇനി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു ബോധം തെളിഞ്ഞിട്ടുള്ളത് കൊണ്ടും ഈ ഒരു ഗുരുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ നന്മയിൽ ആ പ്രകാശത്തിൽ ലയിക്കുമ്പോൾ ഉള്ള ആനന്ദം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളത് കൊണ്ടും, ഒരു പ്രാവശ്യം ഇത് വന്നാൽ പിന്നെ ജീവൻ ഇന്ന് പോകില്ലെന്നാണ്, അത് അറിഞ്ഞിട്ടുള്ളത് കൊണ്ടും എനിക്ക് അപ്പം എൻ്റെ ബോധത്തുനിന്ന് പറഞ്ഞു തരും. കാര്യം ഗുരുവിനെ സംശയിക്കുന്ന ഈ മനസ്സാണ് അഹന്ത, ഇതിനെ കളയൂ, ഗുരുവുമായിട്ട് ചേരൂ എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരും. കാര്യം ഗുരുവുമായിട്ട് ചേരൂ, ഈ മനസ്സാണ് അഹന്ത, അതിനെ കളയൂ, അത് കള്ളത്തരമാണ്. ദ എനിമി ഈസ് നോട്ട് ദി അതർ, യു ആർ ദ എനിമി. ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞു, നിങ്ങളാണ് നിങ്ങളുടെ ശത്രു, മറ്റാരുമല്ല എന്ന വാചകം എൻ്റെ മനസ്സിൽ അപ്പോൾ മുഴങ്ങും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ശിഷ്യഭൂതയെ പോയിന്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ കളയും. അങ്ങനെ മനസ്സിനെ കളഞ്ഞ് ഓരോ അവസ്ഥയിലും ഓരോ സ്റ്റേജിലും ഈ സംശയം വരും ഗുരുവിനെതിരെ. അപ്പോൾ നമ്മൾ മനസ്സിനെ കഴുകി ആ ആത്മശാന്തിയിൽ ലയിച്ചാണ് നമ്മൾ പിടിച്ചു നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സാഹചര്യത്തിലും ഈ സംശയം വരുമ്പോൾ നമുക്ക് ഇവിടെയുള്ള എന്ത് പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ കാണുമ്പോൾ ആദ്യം ഇവിടെ ഇതിൻ്റെ അധികാരിയായിട്ട് നിൽക്കുന്ന ഗുരുരത്നസ്വാമിയിലേക്ക് എനിക്ക് ദേഷ്യം വരും. രണ്ടാമത് ഗുരുരത്നസ്വാമിയെ നിർത്തിയേക്കുന്ന ശിഷ്യപൂജിതയിലേക്ക് ദേഷ്യം വരും. കാര്യം ശിഷ്യപൂജിതയിലേ വെക്കുന്നത്. അപ്പോഴത്തേക്ക് അവസാനം എൻ്റെ ബോധം പറയും ശിഷ്യപൂജിത ഇവിടെ വെച്ചേക്കുന്ന ഗുരുവാണ്. അതോടുകൂടി എൻ്റെ ഗ്യാസ് അങ്ങ് പോകും. ഈ ഇളകി വന്ന എല്ലാ ഗ്യാസും അതോടെ അങ്ങ് പോകും. കാര്യം ശിഷ്യപൂജിത ഇവിടെ വെച്ചേക്കുന്ന ഗുരുവാണ്. ഗുരു അനുവദിക്കാതെ, ഗുരു ചെയ്യാതെ ഇവിടെ ആർക്കും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പുകഞ്ഞു വരുന്ന ഈ ദുഷിപ്പുകളെ നമ്മൾ മാറ്റി കഥാർസിസ് നടത്തി നമ്മുടെ മനസ്സിനെ ശുദ്ധി ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഞാൻ ഈ ന്യായീകരണ തൊഴിലാളി എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ന്യായീകരണ മുതലാളി, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്, ഞാൻ ആരുടെയും തൊഴിലാളിയല്ല. അപ്പോൾ അതിൽ തന്നെ ഞാൻ ന്യായീകരണം എന്തിനാണ്? ഇപ്പോൾ ദൈവത്തിനും ആരും ന്യായീകരിക്കേണ്ട കാര്യമില്ല. എന്നാലും മനുഷ്യൻ്റെ മനസ്സിൽ ഇത്രയും സംശയങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ എങ്ങനെയാണെന്ന് മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, ദൈവികമായ പ്രവൃത്തികൾ എങ്ങനെയാണ്. അപ്പോൾ അവിടെ തന്നെ ഞാൻ ഗുരുവിനെയും ശിഷ്യപൂജിതയും
ശരീര മനസ്സുകൾക്കുപരിയായ ആ പരമപ്രകാശത്തിൻ്റെ വക്താക്കളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗുരുവും ശിഷ്യപൂജ എന്നെ സംബന്ധിച്ച് ആ ഗുരുസ്വരൂപത്തിൻ്റെ പരമമായ ഗുരുവിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളാണ്. അപ്പം ആ പ്രത്യക്ഷ രൂപങ്ങളിലൂടെയുള്ള പ്രവൃത്തിയെ മാത്രമാണ് ഞാൻ ന്യായീകരിക്കുന്നത്, അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ വിശദീകരണം നൽകുന്നത്. മറ്റൊരു സന്യാസിയുടെ മറ്റാരെങ്കിലും അധികാരിയുടെ ആരുടെ ഒരു പ്രവർത്തനങ്ങളെ എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഗുരു അവരെ നിർത്തിയേക്കുമ്പോൾ ഞാൻ അവരെ മാനിക്കും, ഗുരുവിനെ അവർ സ്നേഹിക്കുമ്പോൾ ഞാൻ അവരെ ബഹുമാനിക്കും. അതൊഴിച്ചാൽ ഗുരുവിൻ്റെ കാര്യങ്ങളെ മാത്രമേ നമുക്ക് മാതൃകയാക്കാനും പറ്റൂ, ഗുരുവിൻ്റെ കാര്യങ്ങളെ മാത്രമേ നമുക്ക് ന്യായീകരിക്കാനും വിശദീകരിക്കാനും പറ്റൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗുരുവിന് വേണ്ടി മാത്രമാണ്. പിന്നെ എന്തുകൊണ്ടാണ് മറ്റ് പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഗുരുമാർഗത്തിൽ ആ പ്രകാശ സ്വഭാവത്തിലുള്ള ഗുരു പ്രവർത്തിക്കുമ്പോൾ പോലും ഓരോ വ്യക്തികൾ, നമ്മൾ ഈ ശൂദ്ര സ്വഭാവത്തിലുള്ള ഒരു പരമ്പരയാണ്. നമ്മളെ സെലക്ട് ചെയ്ത അറിവില്ലാത്ത, ജാതിയല്ല ഞാൻ പറയുന്നത്, അറിവില്ലാത്ത നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യരിൽ വർണ്ണ സ്വഭാവത്തിൽ പല കാറ്റഗറിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ശൂദ്ര സ്വഭാവത്തിലുള്ള ചിന്ത, ഈ സത്വ രജസ് തമോ ഗുണങ്ങളായിട്ടുള്ള മനസ്സിൻ്റെ പ്രകൃതങ്ങൾക്കനുസരിച്ച് ശൂദ്ര സ്വഭാവത്തിലും വൈശ്യ സ്വഭാവത്തിലും ക്ഷത്രിയ സ്വഭാവത്തിലും ബ്രാഹ്മണ സ്വഭാവത്തിലും മനുഷ്യരുണ്ട്. അപ്പോൾ ശൂദ്ര സ്വഭാവത്തിലുള്ള നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ കുറവുകൾ വരുന്നു. അതിനെ നമ്മുടെ ഈ ശൂദ്ര സ്വഭാവത്തെ മാറ്റി ഉയർന്ന സ്വഭാവത്തിലേക്ക് വരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചാൽ മാത്രമേ ഇതിനെല്ലാം മാറ്റം ഉണ്ടാവൂ. അല്ലാതെ ഏതെങ്കിലും അധികാരികളോ വ്യക്തികളോ വിചാരിച്ചാൽ ഇത് നടക്കില്ല. അപ്പോൾ തന്നെ ഇപ്പോൾ വൈശ്യ സ്വഭാവത്തിൽ ബോധമുള്ള വ്യക്തികൾ സന്യാസിമാരും ഗൃഹസ്ഥാശ്രമികളുമായിട്ട് വന്നാൽ ഇവിടെയുള്ള ബിസിനസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കും. കാര്യം അവർ ആ ചിന്താഗതിയിലുള്ളവർക്ക് മാത്രമേ ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ പറ്റൂ, അല്ലാതെ ശൂദ്ര സ്വഭാവത്തിലുള്ളവർക്ക് ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ക്ഷത്രിയ സ്വഭാവത്തിലുള്ള ഒരു അധികാര രംഗത്ത് വന്നാൽ, ആ നിസ്വാർത്ഥരായ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവർ കറക്റ്റായിട്ട് വന്നാൽ എല്ലാ കാര്യങ്ങളും അവർ ക്ഷത്രിയ സ്വഭാവത്തിൽ നടപ്പാക്കും. ബ്രാഹ്മണ സ്വഭാവത്തിലുള്ള ഒരു സന്യാസ സ്വഭാവത്തിലും ഗൃഹസ്ഥാശ്രമ സ്വഭാവത്തിലും വന്നാൽ ആ ദൈവത്തിൻ്റെ ബ്രഹ്മജ്ഞാനത്തിനെക്കുറിച്ച് നമുക്കും പകർന്നു തരും. അപ്പോൾ നമ്മുടെ പരമ്പര ഈ രീതിയിൽ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തലമുറകളായിട്ട് ഇത് ഗുരു ഒരു 7 തലമുറ 350 വർഷം കൊണ്ടുള്ള ഒരു പരിണാമത്തിലൂടെ ഇത് ശുദ്ധമാകുമെന്ന് ഗുരു പറഞ്ഞേക്കാണ്. അപ്പം നമ്മുടെ ഈ പരമ്പരയിൽ നമ്മളെ പോലുള്ള അറിവില്ലാത്തവർ പ്രവർത്തിക്കുമ്പോഴുള്ള കുഴപ്പങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും കൂടെ ഉണർന്ന് കാണുന്ന ഈ ലോകത്തിലെ ഓരോ കുറ്റങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നമ്മളും ഉത്തരവാദികളാണ്. നമ്മൾ ഓരോരുത്തരും സ്വയം പരിവർത്തനപ്പെട്ടുകൊണ്ട് വേണം അതിനെ തിരുത്താൻ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അതിന് ഗുരുവോ മറ്റ് ആശ്രമങ്ങളോ ആരും ഉത്തരവാദികളല്ല. അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്ത് നമ്മളതിനെ സ്വീകരിച്ച് നമ്മളതിൻ്റെ കോൺഷ്യസ്നെസ്സിനെ പരിവർത്തനപ്പെടുത്തി നമ്മൾ പുരോഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ പരീക്ഷണങ്ങളെല്ലാം മാറി നമുക്ക് പുതിയ രീതിയിൽ, ദൈവികമായ രീതിയിൽ ഐശ്വര്യവും ആരോഗ്യവും സമ്പത്തും എല്ലാ ക്ലാരിറ്റിയും വരുന്ന ഒരു തലത്തിലേക്ക് മാറും. അപ്പോൾ ഇത് പഴയ സ്വഭാവത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ശിഷ്യന്മാർക്ക് ഇത് അറിയാവുന്നതാണ്. ഗുരുമാർഗത്തിൽ ഗുരു എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പുതിയ തലമുറയിൽപ്പെട്ടവർക്കാണ് അറിഞ്ഞൂടാത്ത. പഴയ തലമുറയിൽപ്പെട്ടവർക്ക് അറിയാവുന്നതാണ്, ആശ്രമ പരിചയമുള്ളവർക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ഫൗണ്ടർ ഗുരു എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നവരാണ്. പക്ഷെ അവർ പോലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അടിമയായി ചിലപ്പോൾ ഈ ഗുരുമാർഗത്തെ എതിർക്കുന്നു. അപ്പോൾ ഈ കുറച്ച് പേര് അപ്പം എല്ലാം ഞാൻ കുറച്ച് പേരെയാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വിരലിലെണ്ണാവുന്ന കുറച്ച് പേര് ചേർന്നാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആരെയും വ്യക്തിപരമായിട്ടല്ല പറയുന്നത്. ആർക്കെങ്കിലും അത് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് അവർക്ക് തോന്നുന്നതാണ്, അല്ല ഞാൻ ആരെയും പേഴ്സണലായിട്ട് പറയുന്നതല്ല. അപ്പം ഈ ഗുരുമാർഗത്തിൻ്റെ ഈ സീക്രട്ട് ഗുരുക്കന്മാരെ എങ്ങനെ പ്രവർത്തിക്കുമെന്നൊന്നും സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ല. അത് ശിഷ്യന്മാർ രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് വേണം ഇത് പ്രവർത്തിക്കാൻ. എൻ്റെ ഒരു ഗതികേട് കൊണ്ട് എനിക്കിതെല്ലാം തുറന്നു പറയേണ്ട ഒരു സാഹചര്യം വന്നേക്കാണ്. കാര്യം നമ്മുടെ പരമ്പരയിൽ ഈ ഗുരുമാർഗത്തിൻ്റെ ഒരു സീക്രട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അറിവിൽ പ്രവർത്തിക്കാൻ ഒരു കഴിയാത്ത ഒരു സാഹചര്യം കുറച്ച് പേർക്കെങ്കിലും വന്നുകൊണ്ടാണ് എനിക്കിതെല്ലാം തുറന്നു പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഗുരു സീക്രട്ടായിട്ട് പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അത് ആരും ശിഷ്യന്മാർ പുറത്താക്കിയിട്ടില്ല. ഇപ്പോൾ ശിഷ്യപൂജയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഗുരു എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് പറയേണ്ടി വന്നു. ഇനി എന്നെ സംബന്ധിച്ച് ഒരു ഫൗണ്ടർ ഗുരു, ഏത് സ്ഥാപക ആചാര്യനായാലും അദ്ദേഹത്തിന് ചില കർമ്മങ്ങളുണ്ട്. അദ്ദേഹം ചുമ്മാ വന്നിട്ടങ്ങ് പോയാൽ പോരാ. അദ്ദേഹം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടായിരിക്കും പോകുന്നത്. നമ്മുടെ ഗുരു അതുപോലെ തന്നെ ഏത് ആശ്രമത്തിൻ്റെ സ്ഥാപക ആചാര്യനായാലും അദ്ദേഹത്തിന് വലിയൊരു കർത്തവ്യമുണ്ട്. ചുമ്മാ വന്നിട്ട് പോകാനൊന്നും പറ്റില്ല. അദ്ദേഹം അവിടെ നിന്ന് എല്ലാം ചെയ്ത് അതിനുള്ള ഗുരുവിൻ്റെ വിവിധ സൂക്ഷ്മ മണ്ഡലങ്ങൾ, സൂക്ഷ്മ ശരീരങ്ങൾ ഉപയോഗിച്ച് ഈ പരമ്പരയ്ക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സമയാസമയങ്ങൾ കൊടുക്കാൻ തക്കവണ്ണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഗുരുക്കന്മാർ പോകുന്നത്. ഇപ്പോൾ ബുദ്ധ പരമ്പരയിലാണെങ്കിൽ 2500 വർഷത്തോളം ബുദ്ധൻ്റെ സൂക്ഷ്മ ശരീരം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്, ആസ്ട്രൽ ബോഡി. അവരെ ശിഷ്യ പരമ്പരയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. മുഹമ്മദ് നബിയുടെ ആയാലും ജീസസിൻ്റെ ആയാലും അവരുടെ കാലഘട്ടത്തിൽ
ഈ അവരുടെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അവരുടെ ശരീരങ്ങൾ ആസ്ട്രൽ ബോഡി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഏത് ഗുരുപരമ്പരയിലും അതുണ്ടാവും. ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ, ശാസ്ത്രീയമായിട്ട് മനസ്സിലാകാൻ ഇപ്പോൾ സൂപ്പർമാൻ പോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അദ്ദേഹത്തിന് ജനിപ്പിച്ച് ഈ ഗ്രഹത്തിലേക്ക് വിട്ട് കഴിയുമ്പോൾ ആ മെമ്മറി കാർഡിലൂടെ ഈ അച്ഛനും അമ്മയും ഈ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ മനസ്സിലാക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ അച്ഛനും അമ്മയും സ്വയം റെക്കോർഡ് ചെയ്ത് സംസാരിച്ചിട്ട് അത് ഈ കുട്ടിയോടൊപ്പം കടത്തിവിടുന്നു. ഈ കുട്ടി അതിനെ പ്ലേ ചെയ്യുമ്പോൾ അവർ യഥാർത്ഥ മനുഷ്യരൂപത്തിൻ്റെ അതേ രീതിയിൽ വന്ന് നിന്ന് ഈ കൊച്ചിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം, നീ എങ്ങനെ ജീവിക്കണം, എന്ത് ലോകത്തിന് വേണ്ടി സേവനം ചെയ്യണം എന്നെല്ലാം സയൻറ്റിഫിക്കായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നു. ഇന്ന് നമ്മൾ ആ ടെക്നോളജിയിലേക്ക് നമ്മുടെ മനുഷ്യ സമൂഹം എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ആസ്ട്രൽ ബോഡിയിൽ ഒരു ഗുരു പരമ്പരയിൽ ഒരു ഗുരുവിൻ്റെ അവസാന കാലഘട്ടം വരെ ഇതെങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള എല്ലാം റെക്കോർഡ് ചെയ്ത് ഗുരു അറിവാക്കി മാറ്റി പരമ്പരയ്ക്ക് ദർശന സ്വഭാവത്തിൽ പറഞ്ഞു കൊടുക്കാൻ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അത് അപ്പോഴേ അറിയിക്കാവൂ. നേരത്തെ മുൻകൂട്ടി അറിയിച്ചാൽ ഈ മെട്രിക്സ് ഒരു ജീവനെ പോലും ഇതിനകത്തുനിന്ന് കടത്തിവിടില്ല എന്നുള്ള രീതിയിൽ നിശ്ചയദാർഢ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സൽ മൈൻഡിൽ നേരത്തെ ഒന്നും പറയാൻ പാടില്ല. ഒരുപക്ഷെ ഗുരുക്കന്മാർ അവരെ വഴിതെറ്റിക്കുന്ന സൂത്രങ്ങളായിരിക്കും പറയുന്നത്. നേരത്തെ പറയുന്നെങ്കിൽ ഗുരുക്കന്മാർ അപ്പോൾ ആസ്ട്രൽ ബോഡിയിലൂടെ ഗുരുക്കന്മാരെ ദർശനം കാണുന്നവർക്ക് ഇന്നും അത് കാണാനും ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കാനും ഗുരു എങ്ങനെ ഈ പരമ്പരയെ കൊണ്ടുപോകണമെന്നെല്ലാം അറിയിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റേതായ രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മനസ്സിലായിട്ടുള്ള ഒരുപാട് ശിഷ്യ സമൂഹങ്ങളുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ ഗുരു മാർഗം ഇങ്ങനെ പോകുന്നത്. ഇനിയും വരുന്നവർക്ക് ഗുരു നിർദ്ദേശങ്ങൾ നേരിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഗുരു തയ്യാറാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എക്കാലവും ഗുരു തന്നെ ഭരിക്കും എന്നുള്ള ഒരു ഉറപ്പിൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ ജനിച്ചിട്ടുണ്ട്, അവർ വരും എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാം ഗുരു ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എഴുതി പബ്ലിക്കായിട്ട് പ്രസിദ്ധീകരിച്ച കാര്യങ്ങളല്ല, പബ്ലിക്കായിട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാകാനുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. രഹസ്യമായിട്ട് ഗുഹ്യതരമായ ഗുരുക്കന്മാരുടെ രഹസ്യങ്ങൾ ഗുരു ശിഷ്യ പാരസ്പര്യത്തിലൂടെ തലമുറകളിലൂടെ പടിപടിയായിട്ട് പോകും. അത് അതിൻ്റേതായ പൂർണ്ണതയിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ആരും ഈ പറയുന്ന കാര്യങ്ങളിൽ ഭൗതികമായ രംഗത്ത് കാണുന്ന സംശയങ്ങളിൽ പെട്ട് നശിക്കാതെ സ്വയം പരിവർത്തനപ്പെടാൻ തയ്യാറായി അങ്ങനെ ഓരോരുത്തരും നന്നാകുമ്പോൾ എല്ലാ കാര്യങ്ങളും നന്നാകും എന്നുള്ളൊരു അറിവിലേക്ക് എത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സദ്ഗുരുവേ ശരണം.